ഈ വൈറസ് ഒരിക്കൽ ഞരമ്പിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇതൊരു ടണലിനകത്ത് കയറുന്ന കണക്കാണ്, ടണലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ചെല്ലുന്ന ആൻറ്റിബോഡിക്ക് അകത്ത് കയറാൻ മാർഗ്ഗമില്ല. ആൻറ്റിബോഡി ഒരു വലിയൊരു മോളിക്യൂളാണ്, ഒരു പ്രോട്ടീനാണ്. ഇതിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് മാത്രമേ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റൂ. വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ്, ഡോഗ്സോ ക്യാറ്റ്സോ എന്തും ആയിക്കോട്ടെ, അപ്പോൾ അതിന് നമ്മൾ കൃത്യമായ വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആ വാക്സിൻ 100% ഫലപ്രദം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഇവരെല്ലാവരും പറയും ഞാൻ പട്ടിയെ കൂട്ടിനകത്തിട്ട് വളർത്തുകയാണ്, വീട്ടിനകത്തിട്ട് വളർത്തുകയാണ്. പക്ഷേ പലപ്പോഴും പട്ടിയെ വീടിൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് വിടാതെ പോലും പട്ടിക്ക് റേബീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാളുടെ ആയുസ്സിൽ 4 തവണ ഡെങ്കിപ്പനി വരാനുള്ള സാധ്യതയുണ്ട്. 4 സീറോടൈപ്പ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യം വരുന്നത് ചിലപ്പോൾ ഇതിലേത് വേണമെങ്കിലും ആദ്യം വരാം. പക്ഷേ നമ്മളൊരു വാക്സിൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊടുത്ത വാക്സിൻ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെങ്കി വരും. മുതൽ കേരളത്തിൽ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ കൂടി വരികയാണ്. 2016 മുതൽ കേരളത്തിൽ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ കൂടി വരികയാണ്. ഈ വർഷം, അതായത് 2025-ൽ 5 മാസം പിന്നിടുമ്പോഴേക്കും 15 മരണങ്ങൾ. ഇവരിൽ ഭൂരിഭാഗം പേരും കൃത്യസമയത്ത് ചികിത്സ തേടിയതും ഇവരിൽ വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്തതുമാണ്. എന്നിട്ടും ഇത്രയും മരണങ്ങൾ. ഇതുകൂടാതെ ഡെങ്കിപ്പനി നേരിടുന്നതിലും എലിപ്പനി നേരിടുന്നതിലും മറ്റു പകർച്ചവ്യാധികളിലും ഒക്കെ കേരളം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. ഓരോ വർഷം പിന്നിടുമ്പോഴും കേസുകളും മരണനിരക്കും ക്രമാതീതമായി കൂടുകയാണ്. ഇതിനിടയിൽ നിപ്പ 7ാമതും കേരളത്തിൽ വന്നു. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ കേരളത്തിന് കൃത്യമായ ഒരു നയമുണ്ടോ? നമസ്കാരം. ദ സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വൈറസുകളിലും അവയുടെ പ്രതിരോധത്തിലും ലോകോത്തര ഗവേഷണത്തിനായി കേരള സർക്കാർ 2019-ൽ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ ഡയറക്ടർ ഡോക്ടർ ഇ ശ്രീകുമാർ ആണ് ഇന്ന് ദ സയൻസ് ടോക്കിൽ അതിഥി. 1994-ൽ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്നും BVSc പാസ്സായതിനു ശേഷം ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡലോടെ ഇമ്മ്യൂണോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, പിന്നീട് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ നിന്നും ബയോടെക്നോളജിയിൽ PhD. 2004 മുതൽ 2019 വരെ RGCBയിൽ തന്നെ ഗവേഷണം തുടർന്നു. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനികളുടെ വൈറസ് ശ്രേണികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും വാക്സിൻ വികസിപ്പിക്കുന്നതിലും ഡെങ്കിപ്പനി ചികിത്സയിലും മികച്ച ഗവേഷണ നേട്ടങ്ങൾ. ആഴത്തിലുള്ള ആനിമൽ ബൈറ്റ്സ് നേരിടത്തക്ക ആൻറ്റി റേബീസ് വാക്സിൻ വികസിപ്പിക്കുന്നതിലും IAVയിൽ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നു. ദ സയൻസ് ടോക്കിലേക്ക് സ്വാഗതം സർ. സാറിൻ്റെ ഗവേഷണ നേട്ടങ്ങൾ പ്രധാനമായും ഡെങ്കിയിലും ചിക്കൻ ഗുനിയ നേരിടുന്നതിലുമാണ്, ചികിത്സാ രംഗത്തും പ്രതിരോധ രംഗത്തും. പക്ഷേ ഇപ്പം കേരളം വളരെ കർശനമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം പേവിഷബാധയേറ്റുള്ള മരണങ്ങളാണ്. അത് ഇത്രയധികം ഓരോ വർഷവും കൂടുന്നതിലാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ അതിലേക്ക് പോവുകയാണ്. പേവിഷബാധ കാരണമുള്ള മരണങ്ങൾ 2016 മുതൽ കൂടി വരുന്നു. കോവിഡ് സമയത്ത് അത് കുറഞ്ഞു. ലോക്ക്ഡൗൺ കാരണം ആളുകൾ പുറത്തിറങ്ങിയത് കുറവായതുകൊണ്ടായിരിക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് ക്രമാതീതമായി കൂടുകയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2020-ൽ 5, 2021-ൽ 11, 2022-ൽ 15, 23-ൽ 17, 24-ൽ 22. അപ്പോൾ ഈ വർഷം 5 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 15 മരണങ്ങളായി. അപ്പോൾ ആകെ എത്ര മരണങ്ങളാണെന്ന് വരാം ഈ 25-ൽ സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് ഔദ്യോഗിക കണക്കാണ്. അപ്പോൾ ഇതിൽ കൂടാനേ, യഥാർത്ഥ കണക്ക് ഇതിലും കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും കൃത്യമായി ചികിത്സ തേടി വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്തതാണ്. എന്നിട്ടും എന്താണ് ഈ മരണം സംഭവിക്കുന്നത്? റേബീസ് പേവിഷബാധയെ സംബന്ധിച്ചിട്ട് വളരെ 100% മരണം ഉണ്ടാക്കുന്നൊരു രോഗമായിട്ട് ലോകാരോഗ്യ സംഘടന തന്നെ അംഗീകരിച്ചിട്ടുള്ളൊരു രോഗമാണ് റേബീസ്. നമുക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സമാധാനമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവായിട്ടൊരു വാക്സിൻ ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം മറ്റ് വാക്സിനുകളെക്കാളും റേബീസിൻ്റെ വാക്സിന് ചില പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഈ വൈറസിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുള്ള
ഒരു 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 അതാണ് ഒരു കാരണം അതിനായിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് നമ്മുടെ റേബീസിൽ അല്ലെങ്കിൽ ലോകത്ത് മൊത്തത്തിലുള്ള റേബീസ് എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രിയിൽ 90% ഓഫ് ദ റേബീസും പട്ടികടി മൂലം ഉണ്ടാകുന്ന റേബീസാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഈ വാമ്പയർ ബാറ്റ്സ് പോലെയുള്ള വവ്വാലുകൾ കടിക്കുന്നതുകൊണ്ടും റേബീസ് ഉണ്ടാകാം. മറ്റ് ആനിമൽസും ഉണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡോഗ് ബൈറ്റ്സ് കൊണ്ടുണ്ടാകുന്ന റേബീസാണ്. ഈ ഡോഗ് ബൈറ്റ്സ് കൊണ്ട് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് ആ കടി ഏൽക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള മസിൽസിൽ കുറച്ച് ദിവസം ക്വിസൻ്റായിട്ട് ഇരുന്നതിന് ശേഷം അത് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അവിടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ മസിൽസിൻ്റെ ഇന്നർവേറ്റ് ചെയ്യുന്ന അതിലേക്ക് വരുന്ന ഞരമ്പുകൾ നെർവ്സിൻ്റെ ജംഗ്ഷൻസ് ഉണ്ട്. ആ ജംഗ്ഷൻസ് വഴി അത് നെർവിനകത്തേക്ക് കയറും. ആക്സോൺ ചാനൽസിനകത്തേക്ക് ഇത് കയറി കഴിഞ്ഞിട്ട് ആ നെർവ് വഴി ഇത് നട്ടലിലെ സുഷുമ്നാ നാഡിയിലെ സ്പൈനൽ കോഡിലെത്തിയിട്ട് അവിടെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് തലച്ചോറിലേക്ക് എത്തും. അപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് വാക്സിൻ ഇഫക്റ്റീവ് ആകത്തുള്ളൂ. ആ സമയത്ത് മാത്രമേ വൈറസ് നമ്മുടെ ബ്ലഡുമായിട്ടോ അല്ലെങ്കിൽ സീറവുമായിട്ടോ പ്ലാസ്മയായിട്ടോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ അകത്ത് ആൻറ്റിബോഡി ഇരിക്കുന്ന ഭാഗവുമായിട്ട് വൈറസ് കോണ്ടാക്റ്റിൽ വരുന്ന ഈ നെർവിനകത്ത് കയറുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ അതിന് കുറച്ച് സമയമെടുക്കും. ചില സമയത്ത് അത് വളരെ ചെറിയ നമ്പർ വൈറസേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിന് മാസങ്ങൾ ചിലപ്പോൾ എടുക്കാം. വളരെ കൂടുതൽ വൈറസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദിവസങ്ങൾ കൊണ്ട് ഒരു സഫീഷ്യൻറ്റ് നമ്പറിൽ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്തുള്ള നെർവിനകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ കടി കിട്ടുന്നത് നേരിട്ട് നെർവിലേക്കാണെങ്കിൽ വൈറസ് അതിലേക്ക് തന്നെ ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇതിന് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സമയത്തിനേക്കാൾ മുൻപ് തന്നെ ഇത് നെർവിനകത്തേക്ക് കയറി പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടി കിട്ടുന്ന സ്ഥലത്ത് ആൻറ്റിബോഡി എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പം റേബീസിൻ്റെ ബൈറ്റിനെ നമ്മൾ 3 ക്ലാസ് 1, ക്ലാസ് 2, പിന്നെ പല ഗ്രേഡായിട്ട് 3 ഗ്രേഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ബൈറ്റാണ് ഈ ഗ്രേഡ് 3 ബൈറ്റുകൾ എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഡീപ്പായിട്ടുള്ള മുറിവുകൾ, ബ്ലഡ് വരുന്ന രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള വൈറസ് ഉള്ളിലേക്ക് കയറാൻ സാധ്യത കൂടുതലുള്ള മുറിവുകൾ, അല്ലെങ്കിൽ തലച്ചോറിനോട് അടുത്ത് വരുന്ന മുറിവുകൾ, ഇങ്ങനെയുള്ള മുറിവുകളൊക്കെയാണ് നമ്മൾ ക്ലാസ് 3 ബൈറ്റിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്രകാരമുള്ള മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഈ വൈറസ് നേരിട്ട് നെർവിലേക്ക് കയറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എത്രയും പെട്ടെന്ന് നമ്മളവിടെ കൊടുക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് കടി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും എക്സ്റ്റെൻസീവായിട്ട് അവിടെ വാഷ് ചെയ്ത് എന്തെങ്കിലും വൈറസിൻ്റെ റെമനൻസ് ബാക്കിയുണ്ടെങ്കിൽ മാക്സിമം വൈറസിനെ കളയുന്ന രീതിയിലേക്ക് സോപ്പ് കൊണ്ട് 10-15 മിനിറ്റ് വാഷ് ചെയ്ത് റണ്ണിങ് വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഒരു ഡയറക്റ്റീവായിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വൈറസ് ഒരിക്കൽ ഞരമ്പിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊരു ടണലിനകത്ത് കയറുന്ന കണക്കാണ്. ടണലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ചെല്ലുന്ന ആൻറ്റിബോഡിക്ക് അകത്ത് കയറാൻ മാർഗ്ഗമില്ല. ആൻറ്റിബോഡി ഒരു വലിയൊരു മോളിക്യൂളാണ്, ഒരു പ്രോട്ടീനാണ്. ഏതാണ്ട് 150 kD എന്ന് പറയുന്ന രീതി മോളിക്കുലർ വെയിറ്റുള്ള ഏതാണ്ട് ഒരു 12 നാനോമീറ്റർ സൈസുള്ള ഒരു പ്രോട്ടീൻ. അതിന് ഞരമ്പിനകത്തേക്ക് കയറാനായിട്ട് പറ്റത്തില്ല. ഇതിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് മാത്രമേ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ചെറിയൊരു വിൻഡോ മാത്രമേ നമുക്ക് ഈ വാക്സിനേഷൻ ഇഫക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 ഘടകങ്ങൾ, ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഞരമ്പിനകത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള വൈറസിനെ മാക്സിമം കഴുകിക്കളയുക. പിന്നെ ആ പുറത്തിരിക്കുന്ന വൈറസിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ആൻറ്റിബോഡി കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാം. അത് ക്ലാസ് 3 ബൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ അവിടെ തന്നെ നേരിട്ട് കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ എത്തിപ്പെടാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ചെറിയ വൈറസിൻ്റെ പാർട്ടിക്കിൾസ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മൾ വീണ്ടും പേഷ്യൻറ്റിന് വാക്സിനേഷൻ കൊടുക്കുന്നത്. ഒരിക്കലും ഇത് ഞരമ്പിനകത്ത് കയറി കഴിഞ്ഞാൽ, ഈവൻ ചെറിയൊരു ഞരമ്പിനകത്ത് പോലും ഇത് നെർവിനകത്തേക്ക് പോലും ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ആൻറ്റിബോഡി കൊണ്ട് പ്രയോജനമില്ല. അതാണ് മറ്റുള്ള വാക്സിനെ അപേക്ഷിച്ച് റേബീസ് വാക്സിനേഷനെ വളരെ ചലഞ്ചിങ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ക്ലാസ് 3 ബൈറ്റ്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കടി കിട്ടുന്നത്. അവരുടെ ഹൈറ്റ് കുറവാണ്, പട്ടിയുടെ തന്നെ ഹൈറ്റിലായിരിക്കും പല കുട്ടികളുടെയും ഹൈറ്റ് വരുന്നത്. അപ്പം കടി മിക്കവാറും കഴുത്തിലോ മുഖത്തോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഞരമ്പിലേക്ക് കയറാനോ അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് എത്താനുള്ള ദൂരവും കുറവാണ്. ഈ സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ആ സ്ഥലത്തുനിന്ന് ഞരമ്പ് വരെ എത്താനായിട്ട് ഒരു ചെറിയൊരു സ്പീഡിലായിരിക്കും പോകുന്നത്. ഒരു 10 മില്ലിമീറ്റർ എന്നൊക്കെയുള്ള പെർ ഡേ എന്നുള്ള രീതിയിലായിരിക്കും അത് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് സ്പൈനൽ കോഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് ഏതാണ്ട് 10 ടൈംസ് കൂടുക, ഏതാണ്ട് 100 to 200 മില്ലിമീറ്റർ പെർ ഡേ. പിന്നെ വളരെ പെട്ടെന്നായിരിക്കും രോഗലക്ഷണങ്ങളിലേക്ക് അത് എത്തിപ്പെടുന്നത്.
ഇതിനകത്ത് നമുക്ക് ആകെ കിട്ടുന്ന സമയം, വീണ്ടും ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആകെ കിട്ടുന്ന സമയം ഈ ലോക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ആ കടിച്ച സ്ഥലത്ത് ഞരമ്പിന് പുറത്ത് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, ഡോഗ് ബൈറ്റ് വൂണ്ട് മാനേജ്മെൻറ്റ്, പിന്നെ ക്ലാസ് 3 ബൈറ്റിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻ അഡ്മിനിസ്ട്രേഷൻ, എത്രയും പെട്ടെന്ന് തന്നെ വാക്സിൻ ഡിലേ ഇല്ലാതെ വാക്സിൻ എടുക്കുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റാണ്. നമ്മുടെ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള റേബീസ് ഡെത്ത് നോക്കിയാലും ഈ ക്ലാസ് 3 ബൈറ്റുകൾ വന്നിട്ടുള്ള ഡെത്തുകളാണ് ഭൂരിപക്ഷവും. അല്ലെന്നുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിലേ വന്നതിന് ശേഷം വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്ത കേസുകളായിരിക്കും. ഇതുവരെ ഉള്ള എല്ലാ പഠനങ്ങളിലും റേബീസ് വാക്സിൻ്റെ എഫിക്കസി 100% അത് നല്ലതാണ്, എഫിക്കേഷ്യസ് ആയിട്ടൊരു വാക്സിൻ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുവരെയുള്ള എല്ലാ പഠനങ്ങളും കാണിക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാകുന്ന ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും മറിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർക്ക് കടി കിട്ടുന്നത് കഴുത്തിനും മുഖത്തും ഒക്കെ ആയിരിക്കും. അപ്പോൾ വേഗം ഇതെത്തും. അപ്പോൾ നെർവസ് സിസ്റ്റത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രതിരോധവും ഇല്ല. അപ്പോൾ വാക്സിൻ നമുക്ക് നെർവസ് സിസ്റ്റത്തിൽ കടക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് പരിരക്ഷ തരത്തുള്ളൂ. അപ്പം ഒരു വാദമുണ്ട്, ആൾക്കാരെ ഇമ്മ്യൂണൈസ് ചെയ്യണം എന്ന് പറഞ്ഞാലും നേരിട്ട് കടി നെർവസ് സിസ്റ്റത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ പിന്നെ ഫലമില്ലല്ലോ. അതൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. അത് പിന്നെ ഈവൻ നമുക്ക് പിന്നെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആയിട്ട് പിന്നെ നമ്മൾ വാക്സിൻ എടുത്താലും 3rd ഡിഗ്രി ബൈറ്റിൽ നേരെ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇത് കയറി കഴിഞ്ഞാൽ ഇതേ പോസിബിലിറ്റി തന്നെ വീണ്ടും ഉണ്ടാകും. പിന്നെ നമുക്ക് ഡീപ്പ് വൂണ്ട്, അപ്പോൾ നമ്മൾ 3rd ഡിഗ്രി ബൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇഷ്യൂവിനെ നമ്മൾ 2 കാര്യങ്ങൾ അതിൽ കാണേണ്ടതായിട്ടുണ്ട്. അതിൽ ഡോഗ് ബൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം, ഇറ്റ്സ് എ ഡിസാസ്റ്റർ, അല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി സിവിയർ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പിന്നെ ഫിസിക്കൽ ഇഞ്ചുറീസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇമോഷണൽ പ്രോബ്ലംസ്, പിന്നെ ഇപ്പം അത് ഒരു ഡോഗ് ബൈറ്റ് വിക്ടിൻ്റെ അടുത്ത് ചോദിച്ചാൽ അയാളുടെ ബുദ്ധിമുട്ടുകൾ അയാൾ പറയും. അപ്പം ഇത് തന്നെ ഒരു പ്രോബ്ലമാണ്. ഇതൊരു റാബിഡ് ഡോഗ് അല്ല, വെറും ഒരു അഗ്രസീവ് ഡോഗ് നമ്മളെ കടിച്ചാൽ പോലും നമുക്ക് ഇതേ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. 2, ഈ കടി മൂലം ഉണ്ടാകുന്ന റേബീസിൻ്റെ പോസിബിലിറ്റി. ഇപ്പോൾ നേരത്തെ നമ്മൾ വാക്സിൻ എടുത്തിട്ടുള്ളൊരു വ്യക്തിയിലും അൺഫോർച്ചുനേറ്റ്, പക്ഷേ ഈ അങ്ങനെയുള്ള ബൈറ്റുകൾ എക്സ്ട്രീംലി റെയർ ആയിരിക്കും. പക്ഷേ നേരിട്ടൊരു നെർവിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. കാര്യം അതൊരു ടണൽ പോലെയാണ്. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതെങ്കിൽ പുറത്തുള്ള ആൻറ്റിബോഡിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കളിച്ചു വളരേണ്ടതാണ് കുട്ടികളെ. നമുക്ക് കുട്ടികളെ പൂട്ടി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരാണ് കൂടുതൽ ഇതിന് വിക്ടിംസ് ആകുന്നത്. അപ്പോൾ നമ്മളിത് അവർക്കാണ് കൂടുതലും സാറി പറഞ്ഞതുപോലെ 3rd ഡിഗ്രി ആ ഒരു വൂൺസ് വരുന്നത്. അപ്പോൾ നമ്മളപ്പോൾ അതിനകത്ത് എന്താണ് പരിഹാരമാർഗം? കാരണം നമ്മൾ കേൾക്കുന്നത് ഇപ്പം മന്ത്രി പറയുന്നു കേന്ദ്രത്തിൻ്റെ നിബന്ധനകളാണ് നമുക്കിത് ഈ സ്ട്രേ ഡോഗ്സിനെ വന്ധ്യംകരിക്കുന്നതിനകത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ തന്നെ കേന്ദ്രം പാർലമെൻറ്റിൽ നൽകിയ മറുപടി എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഫുൾ അധികാരം ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ പാലിക്കണം എന്നേ ഉള്ളൂ. ഗൈഡ് ലൈൻസാണ് പ്രശ്നമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരാതെ നമുക്ക് ഇതിൽ നിന്നുള്ളൊരു രക്ഷപ്പെടലാണ് വേണ്ടത്. അതിനെന്താണ് വേണ്ടത്? ഇതിൽ വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈം മിനിസ്റ്റർ ഒരു കമൻറ്റ് പറഞ്ഞു, രക്തവും വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴുകത്തിന്. അതുപോലെ ഇത്രയും ഡോഗ്സും മനുഷ്യനും കൂടെ ഒരുമിച്ചൊരു സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒരു പൊതു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഇപ്പം പലപ്പോഴും നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൊക്കെ പറയുന്നത് ഒരു മാസീവ് ട്യൂമർ ഒരാൾക്കുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്യൂമറിൻ്റെ ആ മാസീവായിട്ടുള്ള ആ ക്വാണ്ടിറ്റിയെ ഇല്ലാതാക്കുക എന്നുള്ളത്. അതിന് ശേഷമേ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ, എത്ര എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് ലോങ് റണ്ണിൽ ഇഫക്റ്റീവായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അതേപോലെയുള്ള വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുണ്ട്. നമ്മളിപ്പോഴും വളരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമാണ് അനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന സാധനം. അതൊരു ലിമിറ്റഡ് നമ്പർ ഡോഗ്സ് മാത്രമുള്ളൊരു സിറ്റുവേഷനിൽ ദാറ്റ് ഈസ് എൻ ഐഡിയൽ പോളിസി, ഇറ്റ്സ് എ ഹ്യൂമെയിൻ പോളിസി. അത് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ തന്നെ മാനേജീരിയൽ ഡിഫക്ട്സ് കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ ഡോഗ് പോപ്പുലേഷൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് നമ്മുടെ സ്ട്രീറ്റുകളിൽ കൂടിക്കഴിഞ്ഞു. ഇനി ഇത് ABC നടപ്പിലാക്കി ഈ ഡോഗ്സിൻ്റെ എണ്ണം ഒരു കൺട്രോളബിൾ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടാണെങ്കിൽ ഒത്തിരി സമയം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഡോഗ് ബൈറ്റ് ഇഞ്ചുറിയും അതിനകത്തുണ്ടാകുന്ന റേബീസ് കേസിനൊക്കെയുള്ള എണ്ണം ഇതിനേക്കാളൊക്കെ ഒത്തിരി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ അനിമൽസിനെ ഹ്യൂജ് നമ്പർ ഓഫ് അനിമൽസിനെ ഈ സ്ട്രീറ്റിൽ നിന്നും മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു 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 പരിഷ്കൃത സമൂഹം ഒരിക്കലും ഇതിനെ എല്ലാത്തിനും കൂടെ കൊന്നുകളയണം എന്ന് അഡ്വൈസ് ചെയ്യാനായിട്ട് പിന്നെ ആഗ്രഹിക്കുന്നൊരു സമൂഹമായിരിക്കത്തില്ല. അതൊരിക്കലും നമ്മൾ ചെയ്യാനും പാടുള്ളൂ. അല്ല, ഹ്യൂമെയിൻ അപ്രോച്ച് എന്നുള്ള രീതിയിൽ ഈ ഡോഗ്സിനെ എല്ലാം തന്നെ അനിമൽ ഷെൽട്ടേഴ്സിലേക്ക് മാറ്റി അവിടെ വേണ്ട പ്രോപ്പർ പരിചരണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നത്, ഇതിപ്പം ഇത്രയും ഡോഗ്സിനെ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് മാറ്റുമ്പോൾ പല അനിമൽ വെൽഫെയർ ആക്ടിവിസ്റ്റും പറയുന്നത്, നിങ്ങൾ ഇത്രയും പട്ടികളെ മാറ്റിയാലും വീണ്ടും പട്ടികൾ വന്നുകൊണ്ടിരിക്കും. ശരിയാണ്, വീണ്ടും പട്ടികൾ വരും. ഈ വരുന്ന പട്ടികളെ തന്നെ അന്നേരം എണ്ണം കുറഞ്ഞു, അതിനെ ക്യാപ്ചർ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മുടെ പിന്നെ PCA ആക്ട് പറയുന്ന മാതിരി തിരിച്ച്, അല്ലെങ്കിൽ അനിമൽ ബർത്ത് കൺട്രോൾ ആക്ട് പറയുന്ന മാതിരി തിരിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡോഗ്സിൻ്റെ എണ്ണം കുറവായിരിക്കും, പാക്ക് സൈസ് കുറവായിരിക്കും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല റെസിഡൻഷ്യൽ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പാക്കിലും പിന്നെ പാക്ക് ഓഫ് ഡോഗ്സിനകത്ത് ഏതാണ്ട് ഒരു 10ഓ 15ഓ പട്ടികളുണ്ടാവും. അങ്ങനെ എവരി 200 മീറ്റേഴ്സിൽ നിങ്ങൾക്ക് പിന്നെ അനിമൽസിനെ കാണാൻ പറ്റും. ഇത്രയും അനിമൽസ് എല്ലാം കൂടെ വരുമ്പോഴാണ് ഇതിനൊരു ഒരു വൈൽഡ് ക്യാരക്ടർ, ഒരു ഫെറാൽ ക്യാരക്ടറിലേക്ക് ഇത് പോകുന്നു. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട്, പാക്ക് സൈസ് കുറയ്ക്കാനായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പറ്റും ഒരുപാട് അനിമൽസിനെ നമ്മൾ ABC ഷെൽട്ടറുകളിലേക്ക് മാറ്റി ബാക്കിയുള്ളതിനെ മാത്രം നമുക്ക് ABC ചെയ്താൽ മതിയാവും. പിന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ അനിമൽസ് വീണ്ടും വീണ്ടും എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു? ഫുഡ് അവൈലബിൾ ആയതുകൊണ്ടാണിത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇതിങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റിലുള്ള ഫുഡിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കുക, പ്രത്യേകിച്ചും ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്നത് ഇടുന്നത്. നമ്മളിപ്പം വേസ്റ്റ് ഡിസ്പോസലിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് വേറെ ഒരുപാട് തലങ്ങളിലേക്ക് അതിൻ്റെ ഫോക്കസ് മൊത്തം മാറിപ്പോകും. അപ്പം നമുക്ക് എല്ലാത്തരം വേസ്റ്റിനെ പറ്റി അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു. ഫുഡ് വേസ്റ്റ് പിന്നെ സ്ട്രീറ്റുകളിൽ പിന്നെ പരിസരത്ത് കൊണ്ടിടുന്നത് എങ്ങനെയാണെങ്കിലും അവോയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അപ്പം ഈ 3 കാര്യങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പിന്നെ നിയമപരമായ വേറെ ചില ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് അനിമൽ ഷെൽട്ടർ, ഈ അനിമൽസിനെ മാസമായിട്ട് സ്ട്രീറ്റിൽ നിന്നും മാറ്റി പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുമ്പോൾ പൊതുവെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ആക്ട് എന്ന് പറഞ്ഞാൽ ഈ PCA ആക്റ്റും അനിമൽ ബർത്ത് കൺട്രോൾ ആക്റ്റുമാണ്. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അനിമലിനെ സ്റ്റെറിലൈസ് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതാത് സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവിടണം എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. അതേസമയം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ചിട്ട് പിന്നെ ലോക്കൽ സിറ്റിസൺസിന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ സ്ട്രേ ഡോഗ്സിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിൻ്റെതാണ്. ഈവൻ ഈ ഒരു അനിമൽ ബൈറ്റ് കിട്ടുന്ന അനിമൽ പിന്നെ അറ്റാക്ക് ഉണ്ടാകുന്ന വ്യക്തിമിന് ഈവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ പിന്നെ ലീഗൽ നടപടിക്ക് പോലും പോകാനായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതെ, ഞാൻ ഈ കോടതി വിധിയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ, അതായത് ഇപ്പോൾ കേന്ദ്രം നൽകിയ മറുപടിയിൽ പോലും പറയുന്നുണ്ട്, സുപ്രീം കോടതി വിധിയെയാണ് സംസ്ഥാന സർക്കാർ പഴിക്കുന്നത്. കാരണം ഇവരെ ക്യാപ്ചർ ചെയ്താൽ എവിടുന്ന് ക്യാപ്ചർ ചെയ്യുന്നു അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവിടണം. പക്ഷേ സുപ്രീം കോടതി വിധിയിൽ ഡൽഹി ഹൈക്കോർട്ടിൻ്റെ വിധിയും കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. കാരണം അതാത് വാർഡിൻ്റെ കൗൺസിലർക്കാണ് അല്ലെങ്കിൽ പ്രതിനിധിക്കാണ് ഇതിൽ ഉത്തരവാദിത്വം, പൂർണ്ണ ഉത്തരവാദിത്വം. അപ്പോൾ എന്താണ് ആ വാർഡിന് സുരക്ഷിതമായിട്ട് വേണ്ടത്, ആ രീതിയിൽ വേണം ചെയ്യേണ്ടത്. ഇവർ കേന്ദ്രം തന്നെ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ചട്ടങ്ങൾ പരിഷ്കരിച്ചെന്നാണ് പൂർണ്ണ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ട്. അതെ, ഈവൻ ഇപ്പം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ പോലും ഒരു സിംഗിൾ ഡോഗ് ബൈറ്റ് നമ്മളൊരു ഡിസാസ്റ്റർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇത്രയധികം ഡോഗ് ബൈറ്റ്സ് വരുന്നത് it can be classified as a disaster. It's a health disaster because dog bite is a health issue. അതെ, നമുക്കിപ്പോൾ കണക്ക് നോക്കുവാണെങ്കിൽ 2017 1.35 ലക്ഷം ആണെങ്കിൽ 2024 3.16 ലക്ഷമാണ്. ഇരട്ടി, ഒരു 7 വർഷം കൊണ്ട് ഇരട്ടിയോളം കേസുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ഡിസാസ്റ്റർ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഡിസാസ്റ്റർ ആയിട്ട് ഇതിനെ നേരത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ബൈറ്റ് ആയിട്ടല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പട്ടി കടിക്കുക അല്ലെങ്കിൽ ഒരു പ്രദേശത്താകെ ഈ സ്ട്രേ ഡോഗ് മെനസ് വളരെ കൂടുകയും അതിൽ ഡോഗ് ബൈറ്റ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ ഹെൽത്ത് ഡിസാസ്റ്റർ ആൻഡ് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. അത് തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ വർഷം 50,870, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ചിലപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള കൂടുതൽ ഡേറ്റ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടായിരിക്കും. മറ്റു പല സ്ഥലങ്ങളിലും ഏതാണ്ട് ഈക്വൽ നമ്പർ തന്നെ പിന്നെ ഡോഗ് ബൈറ്റ്സോ ഒക്കെ തന്നെ ഉണ്ടാവും. മിക്കവാറും ഡോഗ് ബൈറ്റ്സ് ശരിക്കും ആക്ച്വൽ ബൈറ്റ് ഉണ്ടാകുന്ന കേസുകളിലെല്ലാം മിക്കവാറും ഹോസ്പിറ്റലുകളിലേക്ക് ഡോക്യുമെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം പിന്നെ കാഷ്വൽ എക്സ്പോഷേഴ്സ്, ഇപ്പം സ്ക്രാച്ചസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും തന്നെ ഒരു സിവിയർ ബൈറ്റ് ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ വരും, അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. പക്ഷേ മറ്റുള്ള ബൈറ്റ്സുകൾ ഇതിനേക്കാളും വളരെ കൂടുതലായിട്ടുണ്ട്. അതിൽ നിന്ന് പോലും നമുക്ക് റേബീസ് വരാം.
കാര്യം ആ വ്യക്തികളൊന്നും ചിലപ്പോൾ തന്നെ വാക്സിൻ എടുക്കുന്നുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിൻ്റെ ഈ എണ്ണത്തിനകത്ത് ഇനിയും വ്യത്യാസം വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ആക്ടിനെ മാത്രം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാതെ ഇപ്പം പിന്നെ PCA ആക്ടോ അനിമൽ ബർത്ത് കൺട്രോളോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഈവൻ പിന്നെ കേരള ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഈവൻ മറ്റുള്ള വിധികളിൽ പോലും ഇൻഡിസ്ക്രിമിനേറ്റ് കില്ലിംഗ് എന്നുള്ളത് മാത്രമാണ് ഇവരെല്ലാവരും പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള പിന്നെ കില്ലിങ്ങിനെ ആരും തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതല്ലാതെ തന്നെയുള്ള മറ്റു മാർഗ്ഗങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ അനിമൽ ഷെൽട്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ തന്നെ ഒരു 5 സ്റ്റാർ സപ്പോർട്ട് സിസ്റ്റം ഒന്നും ഒരു സ്ട്രേ ഡോഗിൻ്റെ ഷെൽട്ടർ നിർമ്മിക്കാനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ആൻ എൻക്ലോസ്ഡ് സ്പേസ് വിത്ത് എ പാർഷ്യൽ പ്രൊട്ടക്റ്റഡ് ഏരിയ വിത്ത് പ്രോപ്പർ ഹെൽത്ത് മോണിറ്ററിങ് അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് പിന്നെ സപ്പോർട്ട് സിസ്റ്റം ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരുപാട് NGOസോ അല്ലെങ്കിൽ അനിമൽ വെൽഫെയർ ആക്ടിവിസ്റ്റോ അല്ലെങ്കിൽ മറ്റൊരുപാട് ഏജൻസീസും ഒക്കെ തന്നെ അതും ഈ ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. അതായത് ഓരോ വാർഡ് തലത്തിൽ പിന്നെ പഞ്ചായത്ത് പ്രതിനിധികൾ ഈ പിന്നെ ആനിമൽ ലവേഴ്സുമായിട്ട് ചേർന്ന് പിന്നെ ആ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ മേൽനോട്ടത്തിൽ ഷെൽട്ടർ ഹോംസ്. അപ്പോൾ രണ്ട് വശത്തെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തണം എന്നും എല്ലാം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. മാത്രമല്ല ഇതിപ്പം ഒരുപാട് ഷെൽട്ടറുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഒരു ഷെൽട്ടർ വീതം പിന്നെ വേണമെങ്കിൽ പോലും സർക്കാരിന് പിന്നെ തുടങ്ങി വെക്കാനായിട്ട് ജില്ലകൾ പോരാ, ഓരോ വാർഡിലും വേണം. ഇല്ല, അത് അടുത്ത ഘട്ടത്തിൽ അത് പിന്നെ വാർഡുകളിലേക്ക് എത്തിക്കുക, അങ്ങനെ പല രീതിയിലായിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പോയാൽ തന്നെ അങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഈ പിന്നെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് പോപ്പുലേഷനിൽ ജനങ്ങളുടെ ഇടയിൽ കാണാൻ തുടങ്ങും. ജനങ്ങൾ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് പലപ്പോഴും ജനങ്ങൾക്കുള്ളൊരു അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് തുടങ്ങി അവിടെ അനിമലിനെ കൊണ്ടിട്ടതിന് ശേഷം ഇതിനെ തിരിഞ്ഞു നോക്കാതെ അതൊരു ഡംപിയാർഡായിട്ട് അനിമൽസിൻ്റെ ഡംപിയാർഡായിട്ട് മാറും എന്നുള്ള ഭയം ജനങ്ങളിലുള്ളതുകൊണ്ട് അപ്പോൾ ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു സീരിയസ് പ്രോജക്റ്റായിട്ട് ഇത് ഓടുന്നൊരു സാധനമാണ്. ഇതിനൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള രീതിയിൽ ജനത്തിനെ വിശ്വാസത്തിൽ എടുത്ത് ചെയ്യാമെങ്കിൽ ധാരാളം പെറ്റ് ലവേഴ്സും അനിമൽ ലവേഴ്സുമായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലുണ്ട്, അസോസിയേഷൻസ് ഉണ്ട്. ദേ വിൽ ബി ഡെഫിനറ്റ്ലി അവരെല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുന്നൊരു ഇതായിട്ട് തോന്നും. കാര്യം നമ്മൾക്കിപ്പം ഇങ്ങനെയുള്ളൊരു ചർച്ചയിൽ നമുക്കൊരു സ്റ്റുഡിയോയിലിരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വേദിയിലിരുന്നോ നമുക്ക് ഡിസ്കഷൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആക്ച്വലി ഫീൽഡിൽ ഇറങ്ങി നമ്മളെ ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അപ്രിഹെൻഷൻ നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇത് വർഷങ്ങളോളം ഇത് സപ്പോർട്ട് ചെയ്ത് ഇതിനെ ഒരു നല്ല രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു വിശ്വാസം ജനത്തിനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജനങ്ങളത് സപ്പോർട്ട് ചെയ്യും. സാറ് പറഞ്ഞത് ഈ സ്ട്രേ ഡോഗ്സിനെ എല്ലാം വാക്സിനേറ്റ് ചെയ്യുക, ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുക, വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കഠിനമാണ്, നമുക്ക് പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനൊരു ഓറൽ വാക്സിൻ കൊടുക്കുന്നതിലേക്ക് സാറിൻ്റെ ഗവേഷണ നേട്ടമുണ്ടല്ലോ, അതൊന്നും വിശദീകരിക്കും. ഇതിലെ ഓറൽ വാക്സിനെ പറ്റി നമ്മളൊരു പ്രപ്പോസൽ ഗവൺമെൻറ്റിന് കൊടുത്തിരുന്നു. ഗവൺമെൻറ് ഇത് കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബജറ്റ് ഡിസിഷനും ഉണ്ടായിട്ടുണ്ട്. അതിനായിട്ട് പണവും മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഓറൽ വാക്സിൻ ആക്ച്വലി യൂറോപ്പിലെ വൈൽഡ് ആനിമൽസിനകത്തുള്ള റേബീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഓറൽ റേബീസ് ആക്കിയെടുത്തത്. ഇത് നമ്മുടെ നാട്ടിലെ ഈ ഓറൽ റേബീസ് വാക്സിൻ ആണോ ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ അതൊരു പ്രൈമറി സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറ്റ് പ്രോഗ്രാംസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത ഡോഗ്സ് ഉണ്ടെങ്കിൽ അതിനെ വാക്സിനേറ്റ് ചെയ്യാം. അതിനേക്കാൾ ഉപരിയായിട്ട് പിന്നെ നമ്മുടെ ABC കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്ട്രീറ്റിലേക്ക് ഈ ഡോഗ്സിനെ തിരിച്ചു വിടണമെന്നാണ് നമ്മുടെ റൂൾ അനുസരിച്ച് പറയുന്നത്. അപ്പം ഈ വാക്സിൻ എവറി ഇയർ വി ഹാവ് ടു വാക്സിനേറ്റ് ദീസ് ആനിമൽസ്. എല്ലാ വർഷവും വാക്സിനേറ്റ് ചെയ്താലേ അതിൻ്റെ ഇമ്മ്യൂണിറ്റി അവിടെ നിലനിൽക്കത്തുള്ളൂ. ഇതിൻ്റെ ഈ റേബീസ് വാക്സിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഏതാണ്ട് 1 വർഷത്തേനാണ് അത് കഴിയുമ്പോഴത്തേനും അത് കുറഞ്ഞു വരും. അപ്പോൾ ഓരോ വർഷവും ഇതിനെ പിന്നെ ഇപ്പോൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് പിടിച്ച് ഇതിനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു ABC പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പിന്നീട് സ്ട്രീറ്റിലൊരു 10-15 വർഷം ഈ പട്ടി അതേ സ്ട്രീറ്റിലുണ്ടാവും. അപ്പം പിന്നീടുള്ള വാക്സിനേഷൻസിന് ഓറൽ വാക്സിൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ സസ്റ്റെയിൻ ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ ദാറ്റ് പോപ്പുലേഷൻ. ആ സമയത്തേക്കൊക്കെയാണ് നമുക്ക് ഓറൽ വാക്സിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വീണ്ടും അതൊരു കോസ്റ്റ്ലി അഫെയർ ആയിട്ട് മാറും. അത് ഇംപ്ലിമെൻറ്റേഷണൽ ഇഷ്യൂസ് ഒത്തിരി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോങ് റണ്ണിൽ ഓറൽ വാക്സിൻ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു അസ്. അതല്ലെങ്കിൽ പ്രൈമറി ഓറൽ വാക്സിൻ ഉണ്ടെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ, അങ്ങനൊരു സിറ്റുവേഷൻ നമുക്കില്ല. ഇപ്പോഴും നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഇഞ്ചെക്റ്റബിൾ വാക്സിൻസ് ഉണ്ട്. ABC പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനിമലിനെ പിടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കൊരു ഡോസ് വാക്സിൻ കൊടുക്കാൻ പറ്റും. പക്ഷേ സബ്സിക്വൻറ്റ് വാക്സിനേഷൻ സമയത്താണ് പലപ്പോഴും ഓറൽ വാക്സിൻ്റെ വരുന്നത്. അപ്പം നമ്മുടെ ഈ റേബീസിൻ്റെ കൺട്രോൾ പ്രോഗ്രാമിനകത്ത് മറ്റ് പല സ്റ്റെപ്പുകളെയും പോലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഓറൽ റേബീസ് വാക്സിൻ. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്
ഒരു പ്രത്യേകതരം പിന്നെ വാക്സിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീര്യം കുറഞ്ഞ വൈറസിനെ ഉണ്ടാക്കിയിട്ട് ഈ ഓറൽ ബെയ്റ്റ് വഴി ഈ പട്ടികൾ കഴിക്കുന്ന പിന്നെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തിനകത്ത് അതിനായിട്ട് പ്രത്യേകം ബെയ്റ്റ് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കണം. ആ ബെയ്റ്റിനകത്ത് പട്ടിക്ക് കൊടുത്തിട്ട് അത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മ്യൂക്കോസൽ വായിക്കകത്ത് ഈ വൈറസ് പറ്റിപ്പിടിച്ചിട്ട് അത് അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. നമ്മൾ ഓറൽ പോളിയോ വാക്സിനൊക്കെ ചെയ്യുന്ന മാതിരി തന്നെയുള്ളൊരു പ്രക്രിയയാണ് ഇതിനകത്തും ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രോബ്ലം കൂടെ ഉള്ളത്, നമുക്ക് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് വെറുതെ സ്ട്രീറ്റിൽ ഈ ബെയ്റ്റ് വാരി എറിഞ്ഞിട്ട് നമുക്ക് പോരാൻ പറ്റത്തില്ല. അത് കൊച്ചുകുട്ടികളോ മറ്റാരെങ്കിലും എടുത്ത് കഴിക്കാൻ പാടില്ല. അതുപോലെ അത് പ്രോപ്പറായിട്ട് ഇത് പട്ടി കഴിക്കുന്നുണ്ടെന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. അപ്പം വെറുതെ നമ്മൾ ആകെ നമുക്ക് അതിനകത്ത് ബെനിഫിറ്റായിട്ട് കിട്ടുന്ന ഈ പട്ടിയെ പിടിക്കേണ്ട, അതിനെ മാനുവലി പോയി പിടിച്ച് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ഒഴിവായി കിട്ടും. പക്ഷേ എങ്കിലും അതിൻ്റെ മോണിറ്ററിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഗോവയിൽ ഇതേപോലൊരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലിനായിട്ട് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇത് വൈൽഡ് ആനിമൽ റേബീസ് ഒഴിവാക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജിൽ നമുക്കും ചിലപ്പോൾ ഈ ഫ്യൂച്ചറിൽ ഈ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നുള്ള പലപ്പോഴും റേബിഡ് ആയിട്ടുള്ള ആനിമൽസ് അതിൻ്റെ വിസിനിറ്റീസിലേക്ക് ഇപ്പം പിന്നെ ചെന്നായോ മറ്റുള്ള കുറുക്കനോ അല്ല മറ്റുള്ള അതേ കനൈൻസ് പിന്നെ പലതും തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഈ ഓറൽ റേബീസ് വാക്സിൻ നമുക്കൊരു സ്റ്റേജിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. പക്ഷേ അതൊരു ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം അടുത്ത സ്റ്റേജിലേക്ക് ABC പ്രോഗ്രാമൊക്കെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് ഈ ഓറൽ റേബീസ് വാക്സിൻ്റെ ആവശ്യകത വരും. അപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം തന്നെ ഒരു 5 ഇയർ ഡ്യൂറേഷൻ പ്രോജക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം അതിൻ്റെ കംപ്ലീറ്റ് R&D തുടക്കം മുതലുള്ളത് തന്നെ ചെയ്ത് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്ട്രേ ഡോഗ്സിൻ്റെ കാര്യം, ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സ്, ഡോഗ്സോ ക്യാറ്റ്സോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അതിന് നമ്മൾ കൃത്യമായ വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ആ വാക്സിൻ 100% ഫലപ്രദമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. റേബീസിൻ്റെ റിസർച്ച് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഈ വാക്സിൻ ഡെവലപ്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു അസേ സിസ്റ്റം, ഈ ആൻറ്റിബോഡി റെസ്പോൺസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു അസേ സിസ്റ്റം കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം മെയിനായിട്ടും ഈ ഫീൽഡ് സിറ്റുവേഷനിൽ നമ്മൾ അനലൈസ് ചെയ്തപ്പോഴേ ഈ പെറ്റ് ആനിമൽസിന് പലപ്പോഴും നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ടെങ്കിലും അത് പ്രോപ്പർ പിന്നെ വാക്സിനാണോ യൂസ് ചെയ്തിരിക്കുന്നത്, ഈ കമ്പനീസ് തരുന്ന വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്, അതല്ലെങ്കിൽ ഈ എടുക്കുന്ന സമയത്തിന് ഇതിനത് എടുക്കുന്നുണ്ടോ, ഇനി എടുക്കുന്ന ആനിമൽസിൽ ഇതിന് പ്രോപ്പറായിട്ട് നമ്മുടെ പിന്നെ WHO കണക്കനുസരിച്ചിട്ട് ഒരു 0.5 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ml ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ മാത്രമേ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ആനിമൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കത്തുള്ളൂ. അപ്പം ഇത്രയും ആൻറ്റിബോഡി എങ്കിലും അതിനുണ്ടാവണം. അതിന് കൃത്യമായൊരു ഷെഡ്യൂളുണ്ട്. ഇപ്പോൾ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ട് ബൂസ്റ്റർ കൊടുക്കുക, പിന്നെ ഇയർലി വാക്സിനേഷൻ കൊടുക്കുക. പലരും ഇതെല്ലാം മിസ് ചെയ്തു പോകും. ഒരു തവണ വാക്സിൻ എടുത്ത് എൻ്റെ പട്ടിയെ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. പക്ഷേ കടി കിട്ടുന്ന ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മനസ്സിൽ പണ്ട് വാക്സിൻ എടുത്തൊരു ഓർമ്മയും കാണും. പക്ഷേ പട്ടിക്ക് ആക്ച്വലി ആൻറ്റിബോഡി ഉണ്ടാകത്തില്ല. ഇവരെല്ലാവരും പറയും ഞാൻ പട്ടിയെ വീട്ടിനകത്തിട്ട് വളർത്തുകയാണ്. പക്ഷേ പലപ്പോഴും പട്ടിയെ വീടിൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് വിടാതെ പോലും പട്ടിക്ക് റേബീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് പൂച്ചകളൊരു കാരണമാകാം, മറ്റുള്ള വാം ബ്ലഡ് ആനിമൽസ്, ഈവൻ അണ്ണാനോ അല്ലെങ്കിൽ പിന്നെ മങ്കൂസ് മാതിരിയുള്ള ആനിമൽസ്, ഇതിനകത്തൊക്കെ തന്നെ റേബീസ് വരാം. ഇപ്പോൾ ഇതിനെയൊക്കെ ഈ പട്ടി കോണ്ടാക്റ്റിൽ വന്നാൽ പിന്നെ ഈ പട്ടിക്ക് പേ വരാം. പലപ്പോഴും നമ്മൾ കാണാതെ പുറത്തുള്ള പട്ടികളുമായിട്ട് ഇത് ഗേറ്റിൻ്റെ അടിയിൽ കൂടെയൊക്കെ പലപ്പോഴും ഇത് കോണ്ടാക്റ്റ് വരാറുണ്ട്. പുറത്ത് പോകണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഈ പട്ടിക്ക് മറ്റു പല സോഴ്സിൽ നിന്നും പിന്നെ റേബീസിൻ്റെ വൈറസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വാക്സിൻ എടുക്കുന്നുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യുകയും ഈ വാക്സിൻ റെസ്പോൺസ് ഇത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ നമ്മളിത് അതെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നിലവിൽ ഇത് വളരെ വ്യാപകമായിട്ട് ഇത് ആരും തന്നെ ചെയ്യുന്നില്ല. ആകെ ഇത് ചെയ്യുന്നത് ഈ വെറ്റിനറി സർജൻസോ അനിമൽ ഹാൻഡ്ലേഴ്സോ ആയിട്ടുള്ള പിന്നെ ഹ്യൂമൻസ് ആയിട്ടുള്ള ആൾക്കാർ വാക്സിൻ പ്രീ എക്സ്പോഷർ വാക്സിൻ എടുത്തതിന് ശേഷം അവർ ഇത് വല്ലപ്പോഴും ഇത് ചെയ്യാറുണ്ട്. എന്നാൽ പോലും അതിനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. മാത്രമല്ല ആ ടെസ്റ്റ് ഏതാണ്ട് പിന്നെ പല സ്ഥലങ്ങളിൽ 1500 മുതൽ 3000 രൂപ വരെ കോസ്റ്റുള്ള ഒരു ടെസ്റ്റാണ് ചെയ്യാൻ. അത് ഇപ്പം മെയിനായിട്ടും ചെയ്യുന്നത് പിന്നെ നമ്മുടെ പാലോട് അനിമൽ ഡിസീസ് ലബോറട്ടറിയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരാണ്, പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്തിൽ ചെയ്യുന്നുണ്ട്, വെറ്റിനറി കോളേജിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ വ്യാപകമായിട്ട് ഈ ടെസ്റ്റ് അവൈലബിൾ. അതിനൊരു റീസൺ ഈ ടെസ്റ്റിനകത്ത് പിന്നെ ലൈവ് റേബീസ് വൈറസിനെ വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഒരു BSL-2+ ഒരു ഫെസിലിറ്റിയിൽ മാത്രമേ നമുക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഫെസിലിറ്റികൾ പലയിടത്തും ഇല്ലാത്തതുകൊണ്ട് ഈ ലൈവ് വൈറസിനെ നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് ടെസ്റ്റ് തന്നെ വളരെ കമ്പർസമാണ്. അതിൻ്റെ റീഡിങ്ങിന് ഒരു ഫ്ലൂറസൻ മൈക്രോസ്കോപ്പ് വേണം. അതൊക്കെ ഇത് കോസ്റ്റ്ലി ആക്കുന്നു. അപ്പം ഞങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടെ ഒരു ലോ കോസ്റ്റിൽ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാവുന്നൊരു ടെസ്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ഞങ്ങളത് ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ അതിനെ പബ്ലിഷ് ചെയ്തു.
ഇപ്പോൾ ഈ ടെസ്റ്റ് ഞങ്ങൾ പിന്നെ നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിഫിറ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്, പിന്നെ റാപ്പിഡ് ഫ്ലൂറസെന്റ് ഫോക്കസ് ഇമ്മ്യൂണോ അസേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അതുമായിട്ട് ഞങ്ങളുടെ ഈ സ്യൂഡോ വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് ഞങ്ങൾ കമ്പയർ ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് ഈ ടെസ്റ്റ് ഞങ്ങൾ വ്യാപകമാക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പം ഓൾറെഡി തന്നെ ഞങ്ങളുടെ സെൻറ്ററിൽ ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഹ്യൂമൻ സാമ്പിൾസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അനിമൽ സാമ്പിൾസ് പിന്നെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ തന്നെ ബയോസയൻസ് റിസർച്ച് സെൻറ്റർ ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ ഉണ്ട്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അനിമൽ സാമ്പിൾസ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വ്യാപകമാക്കാനായിട്ടുള്ള ശ്രമമാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീടുകളിൽ വളർത്തുന്ന പെറ്റ് ആനിമൽസ്, ഇപ്പം ഡോഗ്സ് ആണെങ്കിലും ക്യാറ്റ്സ് ആണ്, അവയിൽ നിന്നും വരാൻ റേബീസ് വരാനുള്ള സാധ്യത 100% ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആലപ്പുഴയിലും മരിച്ച ഒരു കുട്ടിക്ക് റേബീസ് എങ്ങനെ വന്നു എന്ന് അവർക്ക് അറിയത്തില്ല. ഇതിനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. പലപ്പോഴും പിന്നെ അവിടെ എല്ലാം സംഭവിക്കുന്ന ഈ കാഷ്വൽ ബൈറ്റ്സ്, ഇപ്പം പൂച്ചയുടെ സ്ക്രാച്ചസ്, കൈ നക്കുന്ന സ്വഭാവമുള്ളതായതുകൊണ്ട് എപ്പോഴും അതിൻ്റെ കയ്യിലും കൂടെ വൈറസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പൂച്ചയുടെ കേസിൽ. അപ്പം സ്ക്രാച്ചസ് പൂച്ചയുടെ, അതുപോലെ മാത്രമല്ല കുറേ കൂടെ ഷാർപ്പും ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ് പൂച്ചയ്ക്കകത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നെയിൽസ് ഭയങ്കര ഷാർപ്പായതുകൊണ്ട്. അപ്പോൾ ഈ കാഷ്വൽ ബൈറ്റ്സും സ്ക്രാച്ചസും നമ്മൾ ചിലപ്പം റിപ്പോർട്ട് ചെയ്യാനോ പിന്നെ ഒബ്സർവ് ചെയ്യാതെ, ഇപ്പം പ്രത്യേകിച്ചും കുട്ടികളിലൊക്കെ, അപ്പോൾ അതെപ്പോഴും നമുക്കൊരു റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പെറ്റ് ആനിമൽസിനകത്തുനിന്ന് നമ്മളിലേക്ക് വരുന്ന റേബീസ് 100% ഇല്ലാതാക്കുക. അതിന് വാക്സിനേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ലൈസൻസിങ് ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ലോക്കൽ പിന്നെ LSG തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് എങ്കിൽ പോലും വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇഫക്റ്റീവ് ആകുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ടെക്നോളജിക്കൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷനാണ് ഞങ്ങളിപ്പോൾ അത് ഓവർകം ചെയ്തിരിക്കുന്നത്. അത് വർഷത്തിലൊരിക്കൽ ഉറപ്പാക്കണം. അതെ, അത് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ഇത് പിന്നെ വാക്സിൻ എടുത്തതിന് ശേഷം പിന്നെ ഇതിന് ആൻറ്റിബോഡി ടൈറ്റർ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് 0.5 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് വളരെ ഒരു ചെറിയൊരു അളവാണ്. അത് സാധാരണഗതിയിൽ എല്ലാ വാക്സിനകത്തും ഉണ്ടാകും. പല ആനിമൽസിനും പിന്നെ 3 ഇൻ്റർനാഷണൽ യൂണിറ്റ്സോ അതിന് മേളിലോട്ടൊക്കെ ധാരാളം പിന്നെ ആൻറ്റിബോഡി ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കിയാൽ ഈ കാഷ്വൽ ബൈറ്റ് വഴിയുള്ള റേബീസിനുള്ള സാധ്യത നമുക്ക് 100% നമുക്ക് ഇല്ലാതാക്കാം. എങ്കിൽ പോലും ആക്റ്റീവായിട്ട് നമ്മുടെ ഒരു പെറ്റ് ആനിമൽ നമ്മളെ കടിച്ചു അല്ലെങ്കിൽ മാന്തി എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊരു പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിനെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമുക്കൊരു പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം റേബീസിനകത്ത് നമുക്ക് ഒരു തരത്തിലൊരു ചാൻസ് നമുക്ക് എടുക്കാനൊക്കത്തില്ല. നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹ്യൂമൻ വാക്സിനും അനിമൽ വാക്സിനും എല്ലാം തന്നെ സേഫാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ക്ലിനിക്കൽ അഡ്വൈസിലേക്ക് നമ്മൾ പോകുമ്പോൾ വാക്സിൻ എടുക്കാൻ തന്നെയായിരിക്കും അഡ്വൈസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നമുക്ക് ഇതിനകത്തൊരു ചാൻസ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട്. എങ്കിലും ഈ നമ്മൾ അറിയാതെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കാഷ്വൽ എക്സ്പോഷറിൽ നിന്നുള്ള ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ പെറ്റ് ആനിമൽസിൻ്റെ വാക്സിനേഷൻ കൊണ്ടുപറ്റും. WHO പ്രപ്പോസൽ അനുസരിച്ചിട്ട് 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അനുസരിച്ചിട്ട് 2030 പിന്നെ ഹ്യൂമൻ റേബീസ്, ഡോഗ് മീഡിയേറ്റഡ് ഹ്യൂമൻ റേബീസ് എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ശ്രമത്തിലാണ് WHO ഇപ്പം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ ഈ പ്രോഗ്രാംസ് എല്ലാം തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെങ്കിപ്പനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഞാൻ ഇത് സയൻസ് ടോക്കിൽ ഇതിപ്പോൾ ഒരു 3 എപ്പിസോഡിലെങ്കിൽ ഈ വിഷയം എടുത്തിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ കണക്ക് ഒരു 2018 മുതൽ 2022 വരെയുള്ള കണക്കെടുക്കുമ്പോൾ തന്നെ 60%-ലേറെയാണ് ഡെങ്കിപ്പനി മൂലമുള്ള മരണങ്ങൾ കൂടിയേക്കുന്നത്. ഇപ്പോൾ കേസസിൽ കേരളം മുന്നിൽ നിൽക്കുന്നെങ്കിൽ ഇവിടെ റിപ്പോർട്ടിങ് അത്രയും ശക്തമാണെന്ന് പറയാം. പക്ഷെ മരണനിരക്ക് കൂടുന്നതിന് നമ്മൾ വളരെ പ്രാധാന്യം നൽകേണ്ടതല്ലേ? അതുപോലെ തന്നെ എലിപ്പനി കേസസ് കുറവാണ്, പക്ഷെ മരണനിരക്ക് വളരെയധികം കൂടുതലാണ്. ഡെങ്കിയിൽ സാറിൻ്റെ ഒരു സുപ്രധാനമായ ഗവേഷണ നേട്ടങ്ങൾ അവിടെയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ആദ്യം വിവരിച്ചിട്ട്. ഡെങ്കി ഞങ്ങളുടെ ലബോറട്ടറി ഏതാണ്ടൊരു 20-22 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡൊമെയിനാണ് ഡെങ്കി വൈറസ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ ചെയ്തത് നമ്മുടെ കേരളത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന വൈറസിൻ്റെ ഒരു മോളിക്കുലാർ ക്യാരക്ടറൈസേഷൻ ആയിരുന്നു, ഏത് തരത്തിൽപ്പെട്ട വൈറസുകളാണ് എന്നുള്ളതായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. അതിനുശേഷം ഡെങ്കിയിൽ പ്രധാനമായിട്ട് 2 പ്രോബ്ലംസാണ് നമ്മൾ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ഫേസ് ചെയ്യുന്നത്. ഡെങ്കി ഏതാണ്ട് ഒരു 90% ഡെങ്കി കേസസും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന അസുഖം. ഒരു പനി വരും, ഒരു 3-4 ദിവസം പനി വന്നിട്ട് ചെറിയൊരു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെറുതായിട്ടൊന്ന് കുറയും. അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് തിരിച്ച് പഴയ പോലെ നോർമലായിട്ട് മാറുന്നതാണ്. ഏതാണ്ട് ഒരു 90%. ചില സമയത്ത് ഡെങ്കി വരെ നമ്മൾ അറിയത്ത് പോലുമില്ല. അതേസമയം
ഇതിലൊരു 10% സിവിയർ ഡെങ്കി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിഷനും പിന്നെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും എല്ലാം ആവശ്യമായിട്ട് വരുന്ന ഡെങ്കി ആയിട്ട് മാറാറുണ്ട്. അതിൽ 2 കോംപ്ലിക്കേഷൻസാണ് സാധാരണ വരുന്നത്. ഒന്ന് ത്രോംബോസൈറ്റ് പിന്നെ എണ്ണം പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറഞ്ഞിട്ട് ഒരു ഹെമറാജിക് ടെൻഡൻസിയിലേക്ക് പോവുക. 2 ഒരു ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുക. നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുക, അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കുറയുക. അതെല്ലാം പിന്നെ പെരിറ്റോണിയത്തിനകത്തും പ്ലൂറൽ ക്യാവിറ്റിയിലും നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ഫ്ലൂയിഡ് അക്യൂമുലേറ്റ് ചെയ്തിട്ട് എഡിമ ഉണ്ടാകുക, അല്ലെന്നുണ്ടെങ്കിൽ പ്ലൂറസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിലേക്ക് പോവുക. അപ്പോൾ ഇത് പിന്നെ ഈ കോംപ്ലിക്കേഷൻസിന് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും അവൈലബിൾ അല്ല. WHO ഇതിൽ പോലും അതെ, വേൾഡ് ഓവർ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്കിപ്പോഴും അവൈലബിൾ അല്ല. അതിനുള്ള ഒരു പ്രധാന റീസൺ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതുണ്ട്. അപ്പോൾ ഗവേഷണത്തിലെ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കലാണ്. ഇത് എങ്കിലും ഈ ത്രോംബോസൈറ്റോപീനിയ ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിന് നമുക്കിപ്പോൾ ഒരു മാർഗ്ഗമുണ്ട് ചികിത്സിക്കാനായിട്ട്. പ്ലേറ്റ്ലെറ്റ് ഒരെണ്ണത്തിൽ കൂടുതൽ പ്ലേറ്റ്ലെറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പ്ലേറ്റ്ലെറ്റ് കൊടുക്കുക എന്നുള്ള, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയോ അല്ലെങ്കിൽ പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് അസച്ച് കൊടുക്കുകയോ ചെയ്യുന്നൊരു സിസ്റ്റം നമുക്കുണ്ട്. അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് പേഷ്യൻസിനെ നമുക്ക് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതൊരെണ്ണം ഒത്തിരി കുറഞ്ഞാൽ മാത്രം ഇപ്പം ഡോക്ടേഴ്സും കുറേ കൂടെ കോൺഫിഡൻ്റ് ആയി. പണ്ടൊക്കെ 19,000 ആകുമ്പോഴത്തേന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം കുറേ കൂടെ കുറഞ്ഞു വന്നതിന് ശേഷം ഡോക്ടേഴ്സിനും അറിയാം എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ളത്. അത് നമ്മളും കുറച്ചും കൂടെ ക്ലിനിക്കൽ എഫിഷ്യൻസി നമ്മുടെയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയോ പ്ലേറ്റ്ലെറ്റോ കൊടുത്തിട്ട് ഈ ഹെമറാജിക് ടെൻഡൻസീസ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പെത്തോളജി, അതിൻ്റെ ഒരു പ്രോസസ്സും ഒക്കെ വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ അത് വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളതിന് ഇപ്പോഴും കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അതിൻ്റെ കാരണം അറിയത്തില്ല. ഇപ്പോൾ അതുകൊണ്ട് എംപിരിക്കൽ മാനേജ്മെൻറ്റാണ് ഇപ്പം ചെയ്യുന്നത്. ഫ്ലൂയിഡ് വോളിയം ഫ്ലൂയിഡ് കൊടുക്കുക, എക്സ്റ്റേണലി ഫ്ലൂയിഡ് കൊടുക്കുക, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം പിന്നെ പേഷ്യൻ്റ് ഈ ഡെങ്കിയുടെ കേസിലെ ഒരു പിന്നെ ഡിസീസിൻ്റെ ഫുൾ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചയാണ് അതിൻ്റെ മൊത്തം ഒരു സമയം വരുന്നത്. അതിനകത്തൊരു 4-5 ദിവസം വരെ പേഷ്യൻറ്റിന് പനി കാണും. അത് കഴിഞ്ഞിട്ട് പനി മാറും. പനി മാറി കഴിഞ്ഞിട്ടുള്ളൊരു 48 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ദ ഡിസീസ്. ഇതിനൊരു ഇനിഷ്യൽ ഫേസ്, ക്രിട്ടിക്കൽ ഫേസ്, റിക്കവറി ഫേസ്, ഇങ്ങനെ 3 ഫേസായിട്ട് പറയും. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഫേസിലാണ് ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ളത്. ആ സമയത്ത് തന്നെയാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത്, പിന്നെ ഈ ഷോക്ക് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു 48 മണിക്കൂറാണ് സാധാരണഗതിയിൽ ഒരു ബിറ്റ്വീൻ 5th day or 6th day 7th day ആ ഒരു സമയത്തായിരിക്കും ഇത് സാധാരണ പനി തുടങ്ങിയതിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഈ ഷോക്ക് സിൻഡ്രോം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ പിന്നെ വാസ്കുലാർ ലീക്കേജ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നമ്മുടെ ബ്ലഡ് വോളിയം കുറയുകയും ഡോക്ടേഴ്സിന് ഫ്ലൂയിഡ് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇത് പക്ഷേ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഫ്ലൂയിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 48 മണിക്കൂർ കഴിയുമ്പോൾ പേഷ്യൻ്റ് സ്വയം റിക്കവർ ചെയ്യാൻ തുടങ്ങുന്നൊരു ഫേസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പിന്നെ ബ്ലഡ് വെസൽസിൽ നിന്നും പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്കും പ്ലൂറയിലും ഒക്കെ പോയ ഫ്ലൂയിഡ് തിരിച്ചിതിനകത്തേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത ഫ്ലൂയിഡും അകത്തുനിന്ന് തിരിച്ച് ബ്ലഡിലേക്ക് വരുന്ന അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലേക്ക് വരുന്ന ഫ്ലൂയിഡും കൂടെ ചേർന്നിട്ട് ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ, പൾമണറി എഡിമ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ARDS മാതിരിയുള്ള കണ്ടീഷൻസിലേക്ക് ഇത് മാറിയിട്ട് പേഷ്യൻ്റ് അതിൻ്റെ കൂട്ടത്തിൽ മൾട്ടി ഓർഗൻ ഫെയിലിയറും കോംപ്ലിക്കേഷൻസും വന്നിട്ട് പേഷ്യൻ്റ് ഡെത്ത് വരും. അതുകൊണ്ട് ഈ ഫ്ലൂയിഡ് ട്രീറ്റ്മെൻറ്റ് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രൊസീജിയറാണ്. അതിനാണ് നമ്മളൊരു പിന്നെ ഒരു ടെർഷറി കെയർ സെൻറ്ററിൽ ഇതിന് എക്സ്പീരിയൻസും എക്സ്പെർട്ടീസും ഉള്ള ഡോക്ടേഴ്സ് ചെയ്താൽ മാത്രമേ ഇൻഡിസ്ക്രിമിനേറ്റ്. ഇപ്പം നേരത്തെ ഫിലിപ്പൈൻസിലും സിംഗപ്പൂരിലും തായ്ലാൻഡിലും ഒക്കെ ഡെങ്കി വന്ന കാലത്ത് ഇവർ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഫ്ലൂയിഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയെങ്കിലും പിന്നെ ഡെത്ത് റേറ്റ് ഒത്തിരി കൂടാൻ തുടങ്ങി. അത് ഫ്ലൂയിഡ് ഓവർലോഡ് കൊണ്ട് വന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റിസർച്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എന്താണ് ഈ ലീക്കേജ് ഉണ്ടാക്കുന്നത്, എന്താണ്, വാട്ട് ഈസ് ദ മെക്കാനിസം, വാട്ട് ഈസ് ദ റീസൺ, വാട്ട് ഈസ് ദ മെക്കാനിസം. നമുക്ക് ഈ ലീക്കേജ് എന്ന് പറയുന്നത് എൻഡോത്തീലിയൽ സെൽസിന് ഇടയ്ക്കൂടെയാണ് ഈ ലീക്കേജ് വരുന്നത്. അപ്പോൾ എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിനെ കവർ ചെയ്യുന്ന സെൽസാണ്. അതിൻ്റെ അകത്തുനിന്നാണ് ഈ ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് പുറത്തില്ല, ബോഡി ക്യാവിറ്റിയിലേക്ക് വരുന്നത്. ഇതെല്ലാം ശരീരത്തിനകത്ത് നടക്കുന്ന പ്രക്രിയകളാണ്. അപ്പോൾ ഈ എൻഡോത്തീലിയൽ സെല്ലിനകത്ത് എങ്ങനെയാണ് ലീക്കേജ് വരുന്നത്, എന്താണ് അതിൻ്റെ സിഗ്നലിംഗ് മെക്കാനിസം, ഇതിനെ നമുക്ക് പിന്നെ മരുന്നുകളെ കൊണ്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീക്കേജ് കുറയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സ്റ്റഡീസാണ് ഞങ്ങൾ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ചെയ്തത്. ഇതിനകത്ത് നമുക്കതിൻ്റെ മെക്കാനിസംസ് കണ്ടുപിടിക്കാൻ പറ്റി. ഇതിനകത്തുള്ള ചില പാത്വേസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതിനൊരു സെൽ കൾച്ചർ ബേസ്ഡ് ഒരു മോഡൽ ലാബിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി. ആ മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് മരുന്നുകൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അതിനുശേഷം ഇതേ സിസ്റ്റം തന്നെ ഒരു അനിമൽ മോഡലിൽ, ഒരു മൈസ് മോഡലിൽ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഈ ഇൻവിട്രോ സിസ്റ്റത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ മരുന്നുകളെ
ഞങ്ങൾ ഈ അനിമൽ മോഡൽസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങൾ 2 മരുന്നുകളാണ് ഇപ്പം ഇതിനായിട്ട് നമ്മളിപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. ഈ 2 മരുന്നുകളും തന്നെ ഓൾറെഡി FDA മറ്റ് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള റീപർപ്പസിങ് എന്ന് പറഞ്ഞൊരു അപ്രോച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. അതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇത് FDA അപ്രൂവ്ഡ് ഡ്രഗ് ആയതുകൊണ്ട് തന്നെ ഇനി അത് മനുഷ്യരിലേക്ക് കൊടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലിനിക്കൽ ട്രയൽ നടത്തി കൊടുക്കാൻ പറ്റും. അതിൻ്റെ ടോക്സിസിറ്റിയും അതിൻ്റെ എഫിക്കസിയും ബാക്കിയുള്ള ഫാർമക്കോകൈനറ്റിക്സും ഡൈനാമിക്സും ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു മരുന്നായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഹ്യൂമൻ ട്രാൻസ്ലേഷന് വളരെ എളുപ്പമുള്ള സാധനം. അങ്ങനെയാണ് ഞങ്ങൾ 2 മരുന്ന്, ഫിങ്കോലിമോഡ് എന്ന് പറയും, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരു ഡ്രഗിന് യൂസ് ചെയ്യുന്ന ഡിസീസിന് യൂസ് ചെയ്യുന്ന ഒരു മരുന്ന്, അതുപോലെ തന്നെ പൊനാറ്റിനിബ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ആൻറ്റി ക്യാൻസർ ഡ്രഗ്, പിന്നെ ഒരു കൈനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന മരുന്ന്. അപ്പോൾ അങ്ങനെ 2 മരുന്നുകളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത്. നമ്മൾ അനിമൽസ് എക്സ്പെരിമെൻറ്റ്സ് ഞങ്ങൾ നടത്തിയപ്പോഴേ നമ്മൾ വൈറസ് കൊടുക്കുന്ന അനിമൽസ് ഏതാണ്ട് 100% അനിമൽസും ചത്തുവും. ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഡിസീസ് ഡെവലപ്പ് ചെയ്യും. ദേ വിൽ സക്കം ടു ദ ഡിസീസ്. അതിനകത്ത് നല്ല രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ വാസ്കുലർ ലീക്കേജ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 80% അനിമൽസ് സർവൈവ് ചെയ്യും. ഇതുവരെ മറ്റൊരു പഠനത്തിൽ ഇത്രയും നല്ലൊരു സർവൈവൽ കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് 10 അനിമൽസ് ഉണ്ടെങ്കിൽ അതിൽ 8 അനിമൽസും നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. 2 അനിമൽസ് അതിനകത്ത് ഡെത്ത് ആവുന്നുണ്ട്. ആ 2 അനിമൽസും ദീസ് അനിമൽസ് ആർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അനിമൽസ്. അപ്പം ഇത് ഡെത്ത് ആവുന്നതിന് മറ്റ് റീസൺസും ഉണ്ടാകാം. എങ്കിലും ഇതൊരു 80% എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നമുക്ക് 100% നമുക്ക് കിട്ടാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. എങ്കിലും ഇത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ ഒരു സിഗ്നിഫിക്കൻ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കാണാം. അപ്പോൾ ആ 2 ഡ്രഗിനെ ഇനി അത് അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് റിസർച്ചിൽ വരുന്നത്. ഒരു ക്ലിനിക്കൽ ട്രയലായിരിക്കും, അതൊരു ലിമിറ്റഡ് ക്ലിനിക്കൽ ട്രയലിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ. ഡെങ്കിയിൽ മെയിനായിട്ട് ഈ ഒരു മെയിൻ ഇഷ്യൂ അഡ്രസ്സ് ചെയ്ത് ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ശ്രമം. ക്ലിനിക്കൽ ട്രയൽ എവിടെയാണ്? അല്ല, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ആകുന്നതേ ഉള്ളൂ. കാര്യം ഇതിൻ്റെ പബ്ലിക്കേഷൻസും ഒക്കെ അടുത്ത കാലത്താണ് കംപ്ലീറ്റ് ആയത്. ഇതിനൊക്കെ ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ രണ്ട് മരുന്നിനെ പറ്റിയുള്ളത് പബ്ലിഷ് ചെയ്തു. കാരണം ഇത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇപ്പം WHO കണക്ക് പ്രകാരം തന്നെ ഒരു പാൻഡമിക് ലെവലിലേക്ക് ഡെങ്കു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധി കേസുകൾ ഡെങ്കുവിലാണ്. ലോകത്താകമാനം പടർന്നു പിടിക്കുന്നു, മരണനിരക്ക് കൂടുന്നു. അപ്പോൾ സാറിൻ്റെ ഈ ഗവേഷണ ഫലം ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു ലോകോത്തര നേട്ടം. അതെ, അതാണ് ഞങ്ങളുടെയും വളരെ അതിയായ ആഗ്രഹമാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്ലിനിക്കൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ നമുക്കൊരു 10, 20, 22 വർഷത്തെ ഒരു എഫർട്ട് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി അത് കുറേ കൂടെ സ്പീഡപ്പ് ചെയ്ത് എത്രയും നേരത്തെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഇതിനായിട്ടൊരു വാക്സിനും ഡെവലപ്പ് ചെയ്തെന്നുള്ള പേപ്പർ കണ്ടു. കാരണം ഇതിപ്പം നമുക്ക് 4 ഇനം എങ്കിലും വൈറസുകൾ സാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുന്ന വൈറസ് ഓരോ ഘട്ടത്തിലും കരുത്താർജിക്കുകയാണ്. അപ്പോൾ ഒരു തവണ ഡെങ്കു വന്നവർക്ക് വീണ്ടും ഡെങ്കു വരുന്നതാണ് കൂടുതലും ഡെത്ത് കേസിലേക്ക് പോകുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഡെങ്കിയുടെ ഒരു വാക്സിൻ്റെ റിസർച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഡെങ്കിയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 4 സീറോ ടൈപ്പ് ഉണ്ടെന്നുള്ളത്. അതിനകത്ത് നമുക്കൊരു ഒരാളുടെ ആയുസ്സിൽ 4 തവണ ഡെങ്കിപ്പനി വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ആദ്യം വരുന്ന സീറോ ടൈപ്പിൽ പെടുന്ന വൈറസ് ആയിരിക്കത്തില്ല പിന്നീട് വരുന്നത്. ഇപ്പോൾ 1, 2, 3, 4 സീറോ ടൈപ്പ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യം വരുന്നത് ചിലപ്പോൾ ഇതിലേത് വേണമെങ്കിലും ആദ്യം വരാം. ഇതിൽ ആ വൈറസ് ആയിരിക്കത്തില്ല രണ്ടാമത് വരുമ്പം വരുന്നു. പക്ഷേ നമ്മളൊരു വാക്സിൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ 4 സീറോ ടൈപ്പിനും ഒരുപോലെ ഇഫക്റ്റീവായിട്ടുള്ളൊരു വാക്സിൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉള്ളത് ഈ ആദ്യം വരുന്ന വൈറസിന് ശേഷം പിന്നീട് വരുന്ന വൈറസുകൾ. ഇപ്പോൾ ഒരാൾക്കൊരു ഡെങ്കി വന്നു, നമ്മൾ കൊടുത്ത വാക്സിൻ ഇഫക്റ്റീവ് അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു ഡെങ്കി വരും. അതിനുശേഷം പിന്നെ വരുന്ന വൈറസുകൾ വളരെ സിവിയറായിട്ട് ഡിസീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷൻ, ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയും. ഡെങ്കിയുടെ ഒരു പ്രത്യേകത അത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഫിലിപ്പൈൻസിലൊക്കെ ഒരു സെനോഫി പാസ്റ്റിൻ്റെ ഒരു വാക്സിൻ അവർ ക്ലിനിക്കൽ ട്രയൽ നടത്തിയ സമയത്ത് ഈ ഫാക്ടർ അവർക്ക് ആ വാക്സിൻ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് കാരണം വാക്സിനേറ്റഡ് വ്യക്തികൾക്ക് രോഗം വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ സിവിയർ രോഗമായിട്ട് മാറി. നമ്മളൊരിക്കലും വാക്സിനേറ്റഡ് വ്യക്തികൾക്ക് രോഗം വരാൻ ആഗ്രഹിക്കുന്നില്ല, അത് വരാൻ പാടില്ല. അതാണ് വാക്സിൻ്റെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ 4 സീറോ ടൈപ്പ് ഉള്ളതുകൊണ്ട് അവരുടെ വാക്സിന് 3 സീറോ ടൈപ്പിനെതിരെ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. 4ാമത്തെ ഒരു സീറോ ടൈപ്പ് കൊണ്ട് അവർക്ക് ഡിസീസ് വന്നു. ആ രോഗം നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സിവിയറായിട്ടും. അപ്പോൾ ഡെങ്കിയുടെ വാക്സിൻ എന്ന് പറഞ്ഞാൽ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നമ്മൾ മറ്റ് വാക്സിൻ ഒരു സിംഗിൾ ഡിസീസിന് വാക്സിൻ കൊടുക്കുന്നതല്ല ഡെങ്കിക്ക് വാക്സിൻ. 4 ഡിസീസിന് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഡെങ്കി എന്ന് പറയുന്ന ഡിസീസ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം വാക്സിൻ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഓരോ വൈറസിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടൊരു സ്യൂഡോ വൈറസ് സിസ്റ്റം വെച്ചിട്ട് അതിൻ്റെ കൺഫർമേഷനിലെ പ്രോട്ടീനെ എക്സ്പ്രസ് ചെയ്ത് ആ രീതിയിലേക്ക് ഒരു വാക്സിൻ ഉണ്ടാക്കി അതിൻ്റെ പ്രൊപ്പോർഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിനെയും ഈക്വലായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കി ഒരു വളരെ ബാലൻസിങ് ആക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. വളരെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കേണ്ട ഒരു വാക്സിനാണ്. അത് ഞങ്ങൾ ഒരു സ്റ്റഡി ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴെല്ലാം നമുക്കൊരു ചലഞ്ച് വരുന്നത് ഇതിൻ്റെയൊക്കെ ഇമ്മ്യൂൺ റെസ്പോൺസ് നമുക്ക് പഠിച്ചാലേ പറ്റും. നമ്മളൊരു വാക്സിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈ ഓരോ സീറോ ടൈപ്പിനും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതറിയാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു അസേ സിസ്റ്റവും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേ അസേ സിസ്റ്റം വെച്ചിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്ര ആൾക്കാർക്ക് ഓൾറെഡി ഡെങ്കി വന്നിട്ടുണ്ട്, സീറോ സർവൈലൻസ് എന്നൊക്കെ നമ്മൾ പറയും, എത്ര ആൾക്കാർക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്, എത്ര പേര് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇത് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പം ഒരുപാട് രോഗം വന്ന് എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ വാക്സിൻ കൊണ്ട് കൊടുത്താൽ നമുക്കതിൻ്റെ ഫീൽഡ് എഫിക്കസി നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പം അതേസമയം ചില സ്ഥലങ്ങളിൽ രോഗം ഒരുപാട് വന്നിട്ടുണ്ടാകത്തില്ല, ഫ്യൂച്ചറിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗം പിന്നീട് വരുന്നുണ്ടോ ഇല്ലയോ, എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സീറോ സർവൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ അടുത്ത കാലത്ത് ഇപ്പം വൈറോളജി IAVയിൽ ചെന്നതിന് ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില അസേയിൽ പെടുന്നതാണ് അതെല്ലാം. ഇത് വെച്ചിട്ടുള്ള ഒരു സീറോ സർവൈലൻസ് പഠനവും ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫുള്ളി നമുക്ക് അവൈലബിൾ ആയി കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്? കാരണം ഇതിപ്പോൾ ഇനി ജനങ്ങളിൽ ഈ 4 സ്ട്രെയിനുകൾക്കുമുള്ള വാക്സിൻ എല്ലാവർക്കും കൊടുക്കണം എന്നാണോ? ഇത് പിന്നെ ഡെങ്കിയുടെ കേസിൽ നമ്മളൊരു എൻഡമിക് അല്ലെങ്കിൽ ഹൈപ്പർ എൻഡമിക് ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഡെങ്കിയുടെ കേസിൽ നമ്മൾ ഒരു എഫക്റ്റീവ് വാക്സിൻ നമുക്ക് വന്നാൽ ഒരു ചൈൽഡ്ഹുഡ് വാക്സിൻ, ഇപ്പോൾ ജാപ്പനീസ് എൻസെഫലൈറ്റിസിനൊക്കെ നമ്മൾ വാക്സിൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ചൈൽഡ്ഹുഡ് വാക്സിനേഷനിലേക്ക് ചിലപ്പോൾ നമ്മൾ പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിലവിലുള്ള വാക്സിൻ എന്ന് പറഞ്ഞാൽ 9 വയസ്സ് പ്രായമുള്ള കുട്ടികളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊരു വാക്സിനായിരുന്നു സനോഫി പാസ്റ്ററെല്ലാം നിർമ്മിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഈ പുതിയ വാക്സിൻസ് വരുന്നതോടുകൂടി ഇപ്പം ഞങ്ങളുണ്ടാക്കുന്നു അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ ഡെവലപ്പ് ചെയ്യുന്ന വാക്സിൻസ് ഏത് വന്നാലും തന്നെ നമ്മളൊരു ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പം മുതിർന്നവരില്ല, കാരണം ഇപ്പം കൂടുതലും നമ്മൾ ഈ ഡെത്ത് കേസസ് നോക്കുമ്പോൾ ഒരു 40-നും 60-നും ഇടയ്ക്കാണ് കൂടുതലും. ക്ലാസിക്കലി ഡെങ്കിയുടെയൊക്കെ ഡെത്തൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചൈൽഡ്ഹുഡ് പീഡിയാട്രിക് ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അഡൽട്ടിലെ ഡെത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ഈ ഓരോ കേസും നമ്മൾ ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. വല്ല കോമോർബിഡിറ്റി ഉണ്ടായ ഡെത്തുകളാണോ, അതല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിക്കവറി ആവുന്നതിന് മുമ്പ് ഇവരൊരു ഹാർഡ് ലേബറൊക്കെ എടുക്കുന്ന ആൾക്കാർ അങ്ങനെ പോയിട്ട് ഇപ്പം ഉദാഹരണത്തിന് പ്ലേറ്റ്ലെറ്റൊക്കെ തിരിച്ച് കംപ്ലീറ്റ് നോർമലായി വരാനായിട്ടൊക്കെ കുറച്ചുകൂടെ സമയമെടുക്കും. അതുപോലെ മറ്റ് ഓർഗൻസ് അഫക്റ്റഡ് ആണെങ്കിൽ അതെല്ലാം നോർമലാകാനായിട്ട്, ഈവൻ ദോ അവരൊക്കെ അപ്പാരൻ്റ്ലി അവർ നോർമലായിട്ട് അവർക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഈ ഓർഗൻസ് ഒന്നും തന്നെ ചിലപ്പം കാർഡിയാക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. ഡെങ്കിക്കകത്ത് ചിലർക്കൊക്കെ മയോകാർഡൈറ്റിസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ തിരിച്ചറിയാതെ ഇവർ ഒരു സ്ട്രെനുവസ് ജോബിലേക്കൊക്കെ ഏർപ്പെടാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് യങ് അഡൽട്ട്സൊക്കെ പലരും പല സമയത്തായിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ആ രീതിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം ഉണ്ടെന്ന്. ശരിക്കും ആ മേഖലയിൽ ഒരു പഠനം തീർച്ചയായിട്ടും ഉണ്ട്. 2019 ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനൊരു ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചതിലൊരു മുഖ്യ കാരണം 2018 നിപ്പ പൊട്ടിപ്പുറപ്പെട്ടതാണ്. പക്ഷേ ഇന്നും നിപ്പ നമ്മുടെ മുന്നിലൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം അന്ന് തൊട്ട് നമുക്ക് ഇതുവരെ 7 തവണ നിപ്പ വന്നു. ഈ 7 പ്രാവശ്യവും നമ്മൾ ഇൻഡെക്സ് പേഷ്യൻറ്റിനെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ബാറ്റ്സിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ 2, നമ്മൾ ഇത്രയും വലിയ ഫെസിലിറ്റി ഇവിടെ തയ്യാറാക്കിയിട്ടും ഇപ്പോഴും നമ്മൾ ഈ ലാസ്റ്റ് കേസ് പോലും മെയ് 8 അതുപോലും കൺഫർമേഷന് അറിയാൻ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അയക്കുന്നത് സാമ്പിള്. ഇത് കഴിഞ്ഞ വർഷം നമുക്ക് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഇനി ഇവിടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും പൂനെയിലേക്കാണ് അയച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇതിലെ ടെസ്റ്റിംഗ് സംവിധാനം ഓൾറെഡി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ സാമ്പിൾസ് വന്നിരുന്നു, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 85ഓളം പാരാമീറ്റേഴ്സ് ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഏതാണ്ട് ഒരു 60ഓളം വൈറസുകളാണ് നമ്മൾ ചെയ്യുന്നത്. പല
സിൻഡ്രോമിക് അപ്രോച്ചായിട്ട് റെസ്പിറേറ്ററി വൈറസസ്, എൻട്രിക് വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാനൽ ഓഫ് വൈറസസ് ഒരു പേഷ്യൻറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ ഒത്തിരി പുതിയ നമ്മളങ്ങനെ വളരെ കോമൺ ആയിട്ട് സസ്പെക്റ്റ് ചെയ്യാത്ത പല വൈറസുകളെയൊക്കെ നമുക്ക് പിന്നെ പിക്കപ്പ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഒത്തിരി സപ്പോർട്ട് നമുക്ക് പിന്നെ ഹെൽത്ത് സിസ്റ്റത്തിന് ഇപ്പം കൊടുക്കാൻ പറ്റുന്നുണ്ട്, മെഡിക്കൽ കോളേജസുകൾക്കും മറ്റു ഹോസ്പിറ്റൽസുകൾക്കും. അത് ഞങ്ങൾ റൂട്ടീനായിട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിപ്പയുടെ കേസിൽ പിന്നെ സാമ്പിൾസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇത് തുടക്കത്തിൽ ഈ നിപ്പ ആദ്യം ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ വരുമ്പോൾ ഇപ്പം പിന്നെ വെസ്റ്റ് ബംഗാളിൽ സിലിഗുരിയിലൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തെങ്കിലും സദേൺ സൈഡിലേക്ക് ആദ്യം വരുന്ന സമയത്ത് പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ പിന്നെ എക്സോട്ടിക് ഡിസീസസ് വരുമ്പോൾ ഒരു സിംഗിൾ സെൻറ്ററിൽ പിന്നെ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക, ഒരു ഹൈ അപ്പെക്സ് സെൻറ്ററിൽ ചെയ്യുക എന്നുള്ളൊരു ഒരു 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 ഗൈഡ് ലൈനിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യ കാലങ്ങളിലുള്ള ടെസ്റ്റിംഗ് എല്ലാം NIVയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ലോക്കൽ വൈറൽ VRDL വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള VRDLs ICMR തന്നെ പല ഹോസ്പിറ്റൽസിനും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുണ്ട്, മഞ്ചേരിയിലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇപ്പം നിപ്പ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ പോലും ഇപ്പം വരുന്ന ഔട്ട് ബ്രേക്കിലെല്ലാം തന്നെ പ്രൈമറി ടെസ്റ്റിംഗ് അതാത് സെൻറ്ററുകളിൽ ചെയ്തതിന് ശേഷമാണിത് പൂനെക്കൊക്കെ സെക്കൻഡ് ലെവൽ ടെസ്റ്റിംഗ് എന്നുള്ള സെക്കൻഡ് കൺഫർമേഷൻ രണ്ടിടത്തും ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം ഒന്ന് തന്നെ. ഇപ്പോൾ പൂനെയിൽ ചെയ്യുന്ന ടെസ്റ്റാണെങ്കിലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണെങ്കിലും VRDLൽ ചെയ്യുന്ന ടെസ്റ്റുകളാണെങ്കിലും എല്ലാം ടെക്നിക്കലി ഇതെല്ലാം സെയിം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. സ്ഥലം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇപ്പം കാലതാമസം വരുന്നില്ല ആക്ച്വലി. ഇപ്പം അതായത് ഇപ്പം നേരത്തെ ആദ്യ കാലങ്ങളിൽ ഇത് പൂനെ ചെന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ എന്നായിരുന്നു. ഇപ്പോഴങ്ങനല്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് പിന്നെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, ഇതാണ് ഇത് പിന്നെ പിന്നെ നിപ്പയാണ്, സോ വി ഹാവ് ടു ടേക്ക് ദ പ്രിക്കോഷൻസ്. ആ ഒരു കാലഘട്ടം മാറി. പിന്നെ ഇപ്പം കോഴിക്കോട് നിന്നുള്ള സാമ്പിൾ തിരുവനന്തപുരത്ത് തന്നെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യണം എന്നങ്ങനെ പിന്നെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു കാലതാമസം കൂടെ അവർക്ക് ഒഴിവാക്കാൻ പറ്റും അവിടെ തന്നെ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു അത്ര മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ അവർ ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം പൂനെക്കൊരു സെക്കൻഡ് ഇതിലേക്ക് അയച്ചു. കാര്യം അത് VRDL എല്ലാം തന്നെ ICMR സിസ്റ്റത്തിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. അതിൻ്റെ VRDLൻ്റെ റിപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. സോ അവിടുന്ന് സാമ്പിൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തല്ലാതൊരു വേറെ ഒരു പിന്നെ ഒരു എന്താ പറയുന്നത് കാരണം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ടെസ്റ്റിംഗ് ഇപ്പം നമുക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെയ്യാൻ പറ്റും. ഇപ്പം സദേൺ സൈഡിൽ ഇനിയിപ്പോൾ വരാതിരിക്കട്ടെ, സദേൺ സൈഡിലെങ്ങാനും വന്നാലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഇത് എങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്നത്? അതൊരു വളരെ പ്രധാനമായിട്ടൊരു ചോദ്യമാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ സീറോ സർവൈലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സീറോ സർവൈലൻസ് ഒക്കെ തന്നെ ഈ ബാറ്റുകളിൽ വൈറസ് ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മളിത് മറ്റുള്ള അനിമൽസിലേക്കും അതിനുള്ള ടെസ്റ്റ് സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ടോ മറ്റുള്ള സ്ഥാപനങ്ങളുണ്ടോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വ്യക്തമായൊരു ധാരണയില്ല. പക്ഷേ മറ്റുള്ള അനിമൽസിൽ, പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് ആനിമൽസിൽ പിന്നെ അല്ലെങ്കിൽ പെറ്റ് ആനിമൽസിൽ ഒക്കെ ഇത് പാസീവായിട്ട് ഈ ഡിസീസ് വരും. എല്ലാ ആനിമൽസൊന്നും സിംറ്റംസ് കാണിക്കണം എന്നില്ല, ഡിസീസ് വന്നിട്ടങ്ങ് മാറും. പക്ഷേ ഇവർ ചിലപ്പോൾ ആ ഡിസീസ് സിംറ്റംസ് ഉള്ള സമയത്ത് ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ അവർ ഈ ആനിമൽസ് റിക്കവറി അങ്ങനെയുള്ള ആനിമൽസ് വല്ലതും ഉണ്ടോ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി സീറോ സർവൈലൻസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്ത് ഞാൻ നിപ്പയിൽ വർക്ക് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയതായതുകൊണ്ട് ഒരുപാട് നമുക്ക് പബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ധാരാളം അതിനെപ്പറ്റിയില്ല. ഇപ്പം ഈ അനിമൽ സീറോ സർവൈലൻസ് ചെയ്തെന്ന്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു വളരെ ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വൈറസാണ്. അതിനകത്ത് ഞങ്ങൾ മോണോക്ലോണൽ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നേ ഉള്ളൂ എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു കാലതാമസം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. മോണോക്ലോണൽ ആൻറ്റിബോഡിയും വാക്സിനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അതിലേക്ക് വരാം ഇത് പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ സീറോ സർവൈലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളൊരു അസേ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ഏത് അനിമൽസിനകത്തെയും വൈറസിനെ ആൻറ്റിബോഡിയെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു അസേ സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ഔട്ട് ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കാലത്താണ് ഞങ്ങൾ ഈ അസേ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അതിനെയും ഒരു ജേർണലിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ആ ഒരു വർക്ക് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പം ഇത്തവണ ഗവൺമെൻറ്റുമായിട്ട് ഓൾറെഡി ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരള ഗവൺമെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നിട്ട് ഈ ഡൊമസ്റ്റിക് ആനിമൽസിൽ, പെറ്റ് ആനിമൽസിൽ, ഈ ഹോട്ട്സ്പോട്ട്സിൽ ഇപ്പം ബാറ്റിൽ വൈറസ് ഉണ്ട്, ആൻറ്റിബോഡി ഉണ്ട്, മനുഷ്യൽ ഡിസീസ് വരുന്നുണ്ട്. ഇതെങ്ങനെ തിരിച്ചു ആ സ്പിൽ ഓവർ ഇൻ്റർഫേസ് ഈസ് എ വെരി ക്രിട്ടിക്കൽ കമ്പോണൻറ്റ്. അതറിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ ആ ചെയിൻ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോൾ അവിടെയും തന്നെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് പിന്നെയും നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് മലപ്പുറത്ത് മാത്രം, എന്തുകൊണ്ട് മറ്റുള്ളിടത്ത് വരുന്നില്ല? അപ്പോൾ കുറച്ച് പേര് പറയുന്നത് ഫ്രൂട്ട്സിനകത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലായിടത്തും കഴിക്കുമ്പോൾ ഫോളൻ ഫ്രൂട്ട്സ് മിക്കവാറും പലയിടത്തും പല ആൾക്കാരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള കുറേ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഈ അടയ്ക്ക ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അടയ്ക്ക പെറുക്കുമ്പോൾ അത് കയ്യിൽ പറ്റി അങ്ങനെ പോകുന്നതായിരിക്കും എന്നും പറയുന്നു. പക്ഷെ അതൊന്നും, ഇതെല്ലാം നമ്മൾ പല എല്ലാം ഊഹങ്ങളാണ്. ഇതിനൊന്നും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇത്. പക്ഷേ NIV തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റഡീസ് ഈ ഫ്രൂട്ട്സിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒന്നും തന്നെ പോസിറ്റീവ്, പിന്നെ വൈറസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി NIV മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് മാത്രമേ ഒരു BSL-4 ഫെസിലിറ്റി ഉള്ളൂ. അവിടെ മാത്രമേ ആക്ച്വൽ ഇൻഫെഷ്യസ് വൈറസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതേസമയം ഇതിൻ്റെ ആൻറ്റിബോഡി റെസ്പോൺസൊക്കെ നമുക്കൊരു BSL-2 ലാബിൽ ചെയ്യാം. അതിനകത്ത് നമ്മൾ ആക്ച്വലി ഇൻഫെഷ്യസ് വൈറസിനെ ഹാൻഡിൽ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് ഈ ആൻറ്റിബോഡി റെസ്പോൺസാണ് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. അതൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പ്രഡിക്ടറാണ് ഇവർക്ക് വൈറസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ളത്. അത് സിംറ്റമാറ്റിക് ആനിമൽസിനെ നമ്മൾ ഡീൽ ചെയ്യത്തില്ല, നമ്മൾ അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യത്തില്ല. എസിംറ്റമാറ്റിക് ആയിട്ടുള്ള നോർമലായിട്ട് ഉള്ള ആനിമൽസിൻ്റെ മാത്രം സാമ്പിൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനുള്ളൊരു സംവിധാനം ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ആനിമൽസിൽ നമുക്ക് ഈ ആൻറ്റിബോഡി കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ആനിമൽസ്, ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ വീണ്ടും മോണിറ്റർ ചെയ്യും. അവർക്ക് സിംറ്റംസ് വരികയാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് പിന്നെ പൂനെയിൽ NIVയിൽ അല്ലെങ്കിൽ ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസ് ലബോറട്ടറിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് വൈറസ് ഉണ്ട് അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ട്, ഇതൊരു ഇൻ്റർഫേസ് ആണോ, ഇതൊരു ഇൻ്റർമീഡിയറി ഹോസ്റ്റ് ആണോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക എന്നുള്ള രീതിയിലൊരു സ്റ്റഡിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോർമലായിട്ട് ഒരു സംശയം വരികയാണ്. കാരണം ഇതിപ്പം എല്ലായിടത്തും സ്പ്രെഡ് ആയി വരുന്നില്ല. ഒരു കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് റിപ്പോർട്ട്, ഒരു തവണയെ കൊച്ചിയിൽ നിന്ന് വന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ 2 ജില്ലകളിൽ ഒരു സീറോ സർവൈലൻസ് സ്റ്റഡി ബോത്ത് ഇൻ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് അത് നടത്താത്തത് എന്തുകൊണ്ടാണ്? എക്സാക്ട്ലി അതാണ്. അപ്പം അത് നടത്താത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടെക്നിക്കൽ ലിമിറ്റേഷൻ ആയിരിക്കും. കാര്യം ഈ അനിമൽ സാമ്പിൾസ് എല്ലാം പിന്നെ ഓരോ സ്പീഷീസിനും ഓരോ തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നൊരവസ്ഥയുണ്ട്. ഹ്യൂമൻസിനും ബാറ്റിനും നമുക്ക് കോമൺലി ടെസ്റ്റുകൾ ഇപ്പം NIV തന്നെ അവരുടെ തന്നെ ഉണ്ടാകും. പക്ഷേ പിന്നെ ഇത് ക്യാറ്റിൻ്റെ സാമ്പിളാകുമ്പോഴേ അല്ലെങ്കിൽ ഡോഗിൻ്റെ സാമ്പിളാകുമ്പോഴേ, ഇപ്പോൾ പിന്നെ പശുവിൻ്റെ പിന്നെ ഷീപ്പ്, ഗോട്ട് ഓരോന്നിൻ്റെ ആകുമ്പോഴേ അതിനെല്ലാം സെപ്പറേറ്റ് ടെസ്റ്റ് കിറ്റുകൾ ആവശ്യമുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ടെസ്റ്റിനെ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും അതിനായിട്ട്. അപ്പോൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒരു കുറേ ടെക്നിക്കൽ ചലഞ്ചസ് അതിൻ്റെ അതുണ്ട്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാവാം ചിലപ്പം, അല്ലെങ്കിൽ അതിനൊരു താല്പര്യം ആരും കാണിക്കാത്തതുകൊണ്ടാവാം ഇതുവരെ ചെയ്യാതിരുന്നത്. പലപ്പോഴും NIV മാത്രമായിരുന്നു ഇതിനായിട്ടുള്ള ഒരു പിന്നെ ഫോക്കസ് ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ് അല്ലായിരുന്നു. അത് അറിയാതെ NIV അതിനോട് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷേ ഗ്രാജുവലി ദ തിങ്സ് ആർ ചേഞ്ചിങ്. ഇപ്പം വി ഹാവ് സ്റ്റാർട്ടഡ് ദിസ് സീറോ സർവൈലൻസ് സ്റ്റഡി. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അതിനൊരു വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ചെയ്യാനൊരു സ്റ്റഡി ഞങ്ങൾ പ്ലാൻ ചെയ്തത്. വൺ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ഇപ്പം കോഴിക്കോട് തന്നെ വൺ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു സ്റ്റഡി ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാർ വൺ ഹെൽത്തിൻ്റെ പറഞ്ഞപ്പോഴാണ്, നമുക്ക് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈ പകർച്ചവ്യാധികളുടെ ഒരു വൈവിധ്യമായിരുന്നു കേരളത്തിലുടനീളം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എയിലെ മരണനിരക്ക് നമുക്ക് വളരെ കൂടുതലാണ്, എലിപ്പനിയിൽ. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ നമ്മളൊരു വൺ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നു. ഇത് എവിടെ എത്തി നിൽക്കുന്നു? ജന്തുജന്യ രോഗങ്ങൾ, സൂണോട്ടിക് ഡിസീസ് അല്ലെങ്കിൽ വൺ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ഈ കോവിഡിന് ശേഷമാണ് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ എമർജിങ് ഡിസീസസ് ഏതെടുത്ത് നോക്കിയാൽ ഒരു 19% എമർജിങ് ഡിസീസസും അനിമൽ ഒറിജിനാണ്. അപ്പം ഇനിയിപ്പം പുതിയൊരു ഡിസീസ് ഏത് വന്നാലും അതിനകത്തൊരു അനിമൽ സോഴ്സ് ഡെഫിനറ്റായിട്ടും അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് 100% തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓൺ ഹെൽത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ കൂടുതൽ വന്നത്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് വന്നു, അതിൻ്റെ അകത്തിപ്പം പിന്നെ പ്ലാന്റ് ഹെൽത്ത്, അനിമൽ ഹെൽത്ത്, പിന്നെ ഹ്യൂമൻ ഹെൽത്ത് എല്ലാം കൂടെ ഉള്ളൊരു ഇൻട്രാക്ഷൻ, ഇതെല്ലാം കൂടെ ഒരു ഗ്ലോബൽ ഇഷ്യൂ അതിനകത്ത് വന്നു. കേരളം നേരിടുന്നത് ഇപ്പോൾ ഈ സൂനോട്ടിക് ഡിസീസ്, വാട്ടർ അതായത് ഒരു ഫ്ലഡിന് ശേഷം വാട്ടർ കണ്ടാമിനേറ്റഡ് ആയി. പിന്നെ നമ്മുടെ ഈ പോപ്പുലേഷനിൽ വരുന്ന വ്യത്യാസം, ഡെമോഗ്രഫിയിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ഇൻ്റർനാഷണൽ ട്രാവൽസ്, അപ്പോൾ നമ്മൾ എല്ലാ വശത്തു നിന്നും ചലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ മൊത്തത്തിൽ നേരിടാൻ ഒരു കൃത്യമായ നയം വേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണം. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ഓൺ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിനുശേഷം അത് ഓരോ സ്റ്റേജായിട്ട് നടപ്പിലാക്കി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് പലതരത്തിലുള്ള ചലഞ്ചസ് വരാം. അഡ്മിനിസ്ട്രേറ്റീവ് ചലഞ്ചസ് ഒരു സൈഡിലുണ്ട്, ഇതിനകത്ത് ടെക്നിക്കൽ ചലഞ്ചസും ധാരാളമുണ്ട്.
കാര്യം ഇതിനെ ഓരോ സ്പീഷീസിൽ നിന്നുള്ള രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുക, അതിനുള്ള കപ്പാസിറ്റി ബിൽഡിംഗ്. ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്കുള്ളൊരു സംവിധാനമാക്കി എടുക്കുക, ഒരു പാൻഡമിക് പ്രിപ്പയർഡ്നെസ്. നാളെ ഒരു രോഗം നമുക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുക. ആ ഒരു പാൻഡമിക് പ്രിപ്പയർഡ്നെസ്സിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റിയിൽ ഞങ്ങൾ സിൻഡ്രോമിക് അപ്രോച്ചിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സസ്പെക്റ്റ് ചെയ്യാത്ത വൈറസ് അതിനകത്ത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങളിപ്പം ചെയ്യുന്നതിനകത്തൊരു പാനൽ ഓഫ് ഡിസീസാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി പിന്നെ മെറ്റാജിനോമിക് ബേസ്ഡ് വൈറസ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ഉണ്ട്. നമ്മൾ ഓൾറെഡി തന്നെ നേരത്തെ തന്നെ ചീഫ് മിനിസ്റ്ററുടെ വൺ ഹെൽത്ത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാനലിനകത്തും കൂടെ കിട്ടുന്നില്ല, ഡോക്ടർ സസ്പെക്റ്റ് ചെയ്തിട്ടില്ല, പാനലിനകത്തും കിട്ടുന്നില്ലെങ്കിൽ പേഷ്യൻ്റ് എന്തായാലും ഒരു ഡിസീസ് ഉണ്ട്. അപ്പം അതെന്താണെന്ന് അറിയാനായിട്ട് നമുക്കൊരു ന്യൂ ജനറേഷൻ സീക്വൻസിങ് വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പുതിയ വൈറസുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സിസ്റ്റവും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പാൻഡമിക് പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഭാഗമാണ്. അതും ഈ വൺ ഹെൽത്തുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ പലപ്പോഴും ഈ കിട്ടുന്ന പിന്നെ പലപ്പോഴും കിട്ടുന്ന വൈറസുകൾ പലപ്പോഴും ഒരു അനിമൽ വൈറസ് ആവാം. സ്പിൽ ഓവർ വന്നിട്ടുണ്ടോ, പേഷ്യൻ്റെ ഹിസ്റ്ററി അനുസരിച്ച് ഇയാൾ വല്ല പിന്നെ എന്താ പറയുക ട്രക്കിങ്ങിനും പോയ സമയത്ത് പിന്നെ ശേഷം വന്നൊരു വ്യക്തിയാണോ, കാട്ടിൽ നിന്നും വല്ല വൈറസ് വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അല്ലെങ്കിൽ ട്രാവൽ കഴിഞ്ഞിട്ട് മറ്റെവിടെ നിന്നെങ്കിലും വന്നൊരു വ്യക്തിയാണോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ പാൻഡമിക് പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം തന്നെ വൺ ഹെൽത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി സെക്ടോറിയൽ അതിന് കോർഡിനേഷനും എഫർട്ടും ഒക്കെ ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്കൊരു പോളിസി വേണം, നമുക്കൊരു കൺസെപ്റ്റ് വേണം, അത് ചെയ്യാനുള്ള ടെക്നിക്കൽ നോഹോ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ പല സ്റ്റേജസ് ആയിട്ട് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താണ്? ഇപ്പം കേരളത്തിലെ സ്ഥിതി പിന്നെ ഇപ്പം ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ ഡിസീസിൻ്റെ ഡിറ്റക്ഷനകത്ത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ മറ്റ് എല്ലാ സ്റ്റേറ്റ്സിനേക്കാളും വളരെ മുന്നിൽ തന്നെയാണ്. നമുക്ക് വളരെ നേരത്തെ തന്നെ ക്ലിനിക്കൽ സസ്പീഷൻസ് ഉണ്ടാകുന്നുണ്ട് ഈ ഡിസീസസിനെ പറ്റി. അത് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പല സ്റ്റേറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഡിസീസസ് കൂടുതലാണ്. അത് സിംപ്ലി ബിക്കോസ് വി ആർ ഡിറ്റക്റ്റിംഗ് ദീസ് ആൻഡ് റിപ്പോർട്ടിംഗ് ദം പ്രോപ്പർലി. അത് നമ്മുടെ സിസ്റ്റം എഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിതിനെ എയർലി പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മുടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു 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 എലമെൻ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അത് നോട്ട് ബിക്കോസ് നമ്മൾ ഒരു അൺഹെൽത്തി പോപ്പുലേഷൻ ആയതുകൊണ്ടല്ല. എല്ലാ പോപ്പുലേഷനിലും ഇതേ കണക്ക് ഡിസീസ് ഉണ്ട്. പലരും ഡിറ്റക്റ്റ് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളൊരു വളരെ വിജിലൻ്റ് ആയിട്ടുള്ള അവെയർ ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഡിസീസും നമുക്ക് എയർലി ഡിറ്റക്റ്റ് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് എടുക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ റിപ്പോർട്ടിംഗ് ശക്തമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ കേസസ് എല്ലാം കൂടുതലെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പരാതി, ഇപ്പോൾ ഈ ആരോഗ്യരംഗത്ത് ഗവേഷണം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിലുള്ളവർ മാത്രമല്ല, ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രജ്ഞർ, കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുതൽ ഡെമോഗ്രഫിയിൽ റിസർച്ച് ചെയ്യുന്നവർ വരെ ഇതിൽ ഡേറ്റ ആവശ്യപ്പെടുമ്പോൾ കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഡേറ്റ കൊടുക്കാൻ ഒരു വിമുഖത കാണിക്കണം. എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? കാരണം നമ്മുടെ റിപ്പോർട്ടിംഗ് കൂടുതലായതുകൊണ്ടാണ് കേസുകൾ കൂടുതലെങ്കിൽ പിന്നെ എന്തിനാണ് ഡേറ്റ കൊടുക്കാൻ ഭയപ്പെടുന്നത്? ഇല്ല, സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പിന്നെ ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡേറ്റ ഡ്രിവൺ ആണ്. ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള വളരെ സയൻറ്റിഫിക് എവിഡൻസോട് കൂടിയുള്ള കോൺക്രീറ്റ് ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസ്. ഇപ്പോൾ AI എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിൽ ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അപ്പോൾ ഡേറ്റ ഇല്ലെങ്കിൽ AI ഇല്ല. അപ്പം നമ്മളിപ്പം ഡിസീസസിനെ പറ്റി ആണെങ്കിൽ പോലും സ്ട്രോങ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ ജനറേറ്റ് ചെയ്യുകയും അത് ഡോക്യുമെൻ്റ് ചെയ്യുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ട്. കഴിഞ്ഞ ഇല്ല, പലപ്പോഴും ഡേറ്റ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഡേറ്റ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ഉള്ള ഡേറ്റ ഫ്രാഗ്മെൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അനാലിസിസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ഡേറ്റ നമുക്കില്ല എന്നുള്ളതാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു റീസൺ. ഇപ്പോൾ ഡെങ്കിയുടെ കേസ് എടുത്താൽ തന്നെ നമ്മൾ പലപ്പോഴും ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന് പറയുന്നു. ഡെങ്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പലതും ഡെങ്കി ലൈക്ക് ഇൽനെസ് ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ഇറ്റ് വിൽ നോട്ട് ബി കൺഫേംഡ് എസ് ഡെങ്കി. അല്ലെങ്കിൽ അക്യൂട്ട് ഫെബ്രൈൽ ഇൽനെസ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. മേ ബി ലൈക്ക് ഡെങ്കി, ലെപ്റ്റോസ്പൈറ ലൈക്ക് ഇൽനെസ്. അപ്പം ഇതൊന്നും തന്നെ ഒരു കൺഫർമേറ്ററി ഡയഗ്നോസിസ് വരാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഡേറ്റയ്ക്കകത്തുണ്ട്. അപ്പോൾ അതൊന്നും ഒരു 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 ഗുഡ് ക്വാളിറ്റി അനാലിസിസിന് പറ്റുന്ന ഡേറ്റ അല്ല നമ്മുടെ കയ്യിലുള്ളത്. കാര്യം പിന്നെ ഈ അതിനെ എന്താ പറയുന്നത്, അതിൻ്റെ ഗ്രാനുലാരിറ്റി എന്നൊക്കെ പറയാം, അതിൻ്റെ ഒരു മൈക്രോ ലെവലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ഡേറ്റ ഈസ് നോട്ട് വെരി യൂസ്ഫുൾ. കാണുമ്പോൾ ഡേറ്റ ഉണ്ടെങ്കിലും നമുക്കൊരു സയൻറ്റിഫിക് സ്റ്റഡിക്ക് ഇത് പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ ജനറേറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ്, ഞാനെപ്പോഴും ഈ ടെക്നോളജിയുടെയും കൂടെ ഒരു വക്താവാണ്. കാര്യം നമുക്കിതിന് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടെക്നോളജി വേണം. ഡെങ്കി ഇപ്പം നമ്മൾ പഠിക്കണം. ഡെങ്കിക്കകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് വരും. ഡെങ്കി ഇപ്പം സീറോ സർവൈലൻസ് ഡെങ്കിയുടെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ചോദ്യം എത്ര ആൾക്കാരിൽ ഡെങ്കി വന്നു പോയിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ ഡു എ സീറോ സർവൈലൻസ്. അടുത്ത ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ വന്നവരിൽ എത്ര പേർക്ക് ഡെങ്കി 1 വന്നിട്ടുണ്ട്, ഡെങ്കി 2 വന്നിട്ടുണ്ട്, ഡെങ്കി 3 വന്നിട്ടുണ്ട്, ഡെങ്കി 4 വന്നിട്ടുണ്ട്. കാര്യം ഒരു വാക്സിൻ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. അതറിയണമെങ്കിൽ യു നീഡ് എ ടെക്നോളജി, അല്ലെങ്കിൽ യു നീഡ് ആൻ അസേ.
അതില്ല. സോ നൗ വി ഹാവ് ഡെവലപ്ഡ് ആൻ അസേ ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ഡെങ്കി. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഡെങ്കി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നേരത്തെ വന്നിട്ടുള്ളത് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് തിരിച്ചറിയാനുള്ള അസേ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. ബിക്കോസ് വി ഹാഡ് ടു ഡെവലപ്പ് ആൻ അസേ ഫോർ എ ഡിഫറെൻറ്റ് പർപ്പസിലേക്ക് നമ്മൾ വാക്സിൻ സ്റ്റഡി നടത്തുന്ന സമയത്ത്. അപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡെങ്കി ഉണ്ടോ എന്ന് അറിയാനുള്ള അസേ നിലവിൽ ഉണ്ടാവണം. ഇനി അഥവാ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലൊരു അസേ ഉണ്ടെങ്കിൽ ഇതൊരു സയൻറ്റിഫിക് സ്റ്റഡിക്ക് യൂസ് ചെയ്യാൻ പറ്റും. നാളെ ഒരു വാക്സിൻ കമ്പനി വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ സീറോ പ്രിവലൻസ് എത്രയാണ്, നിങ്ങളുടെ ഓരോ റീജിയനിൽ എത്രത്തോളം വൈറസ് വന്നിട്ടുണ്ട്, അതിനകത്ത് ഡെങ്കി 1 എത്ര 2 എത്ര 3 എത്ര എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ നമുക്ക് ഡേറ്റ ഇല്ല. അപ്പോൾ ദിസ് വാക്സിൻ കമ്പനി ഹാസ് ടു ജനറേറ്റ് അവരുടെ തന്നെ ഡേറ്റ അവർ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അഗെയിൻ ദാറ്റ് വിൽ ടേക്ക് എ വെരി ലോങ് ടൈം. അപ്പം എന്തുകൊണ്ടത് ഉണ്ടായില്ല? നമുക്ക് വി ഡിഡ്ന്റ് ഹാവ് എ ടെക്നോളജി. നൗ വി ഹാവ് എ ടെക്നോളജി വിച്ച് നീഡ്സ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒത്തിരി സ്റ്റേജസിനകത്തൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ഇത്രയും ഒരു സിസ്റ്റമാറ്റിക് ഒരു ഡേറ്റ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാസീവായിട്ട് പണം വേണ്ടുന്ന, ഹ്യൂമൻ റിസോഴ്സസ് വേണ്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ അത്രത്തോളം പണം നമുക്കതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ടെക്നോളജി ആവശ്യമുണ്ട്, ഇപ്പം ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പിന്നെ സംവിധാനങ്ങൾ വേണം, പണം വേണം, പിന്നെ ഇത് ചെയ്യാനുള്ള ആൾക്കാർ വേണം. മാത്രമല്ല ഇങ്ങനെയുള്ള സ്റ്റഡി ഒന്നും തന്നെ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ ചെയ്താൽ മതിയാകത്തില്ല. ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി ആയിട്ട് ലോങ് ഡ്യൂറേഷൻ അതിനുള്ളൊരു ഒരു 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 പൊളിറ്റിക്കൽ വിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഡിസീസിൻ്റെയും ഒരു പബ്ലിക് ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറും. അതിനകത്ത് ഡേറ്റ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു രോഗാതുര സമൂഹമാണെന്ന് ആൾക്കാർ ചിന്തിക്കും എന്നുള്ള ആ കൺസെപ്റ്റ് മാറ്റേണ്ടതായിട്ട് വരും. രോഗം ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഇൻ്റർവെൻഷൻസ് കൊണ്ടുപോകാൻ പറ്റും. രോഗമില്ലെന്ന് നമ്മൾ പറയുന്നിടത്തോളം കാലം നമുക്ക് ആ ഒരു ഈവൻ ചിലപ്പോൾ എല്ലാം തന്നെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഈ കാലത്ത് പലരും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. നമുക്കിവിടെ ഉണ്ടെന്നറിഞ്ഞാലേ നമുക്കതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ചിലത് മറ്റെങ്ങും ഇല്ലാത്ത സാധനം നമുക്കിവിടെ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരണമെങ്കിലും ഇതുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെല്ലാം തന്നെ ആ ഒരു ട്രാൻസ്പെറൻസി, ഓപ്പൺനെസ്, ഡേറ്റ ട്രാൻസ്പെറൻസി കൊണ്ടുവന്നാൽ മാത്രമേ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇതിന് അടുത്ത ലെവലിലേക്ക് നമ്മളിപ്പോൾ ഈ പറയുന്ന നമ്മുടെ ബെറ്റർ ഹെൽത്ത്, ബെറ്റർ പബ്ലിക് പിന്നെ പോളിസി ഇതെല്ലാം തന്നെ അടുത്ത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് ടെക്നോളജി ഡെഫിനറ്റ്ലി വേണം. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് റേബീസിൻ്റെ അസയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഡെങ്കിയുടെ അസയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതെല്ലാം നൗ വി ഹാവ് മേഡ് ഇറ്റ് അവൈലബിൾ ടു ദോസ് റിസർച്ചേഴ്സ് ഹു വാണ്ട് ടു യൂസ് ദം. അവർക്ക് നമ്മൾ വേണ്ടി കൊളാബറേറ്റ് ചെയ്യാം, വി വിൽ സപ്പോർട്ട് ദം. അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് വി ക്യാൻ ക്രിയേറ്റ് ഡേറ്റ ആൻഡ് പുട്ട് ഇൻ ദ പബ്ലിക് ഡൊമൈൻ വേറെ ഇറ്റ് ഈസ് റിക്വയർഡ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. സാറിൻ്റെ ഒരു പേഴ്സണൽ സ്റ്റോറി എടുക്കുമ്പോൾ സാറ് BVSc ആണ്, വെറ്റിനറി ഡോക്ടർ ആണുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ സാറ് നേരെ ഇമ്മ്യൂണോളജിയിലാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയത്. അപ്പോൾ അത് കഴിഞ്ഞു ബയോടെക്നോളജിയിൽ PhD. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ദിശ മാറാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താണ്? പക്ഷേ ഇതിപ്പോൾ നാടിന് ഏറ്റവും ആവശ്യമായ രീതിയിൽ സാറ് വന്നേക്കാണ്. പക്ഷെ അന്ന് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഒരു കൃത്യമായൊരു കാരണം പറയാനൊക്കത്തില്ലെങ്കിൽ ഈ വെറ്റിനറി സയൻസിൽ ഞങ്ങൾ ഒത്തിരി സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, പെത്തോളജി, ക്ലിനിക്കൽ മെഡിസിൻ, ഇതിങ്ങനെ എല്ലാ സബ്ജക്ട്സും പഠിക്കുന്ന കൂട്ടത്തിൽ എനിക്കെന്തോ അന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സബ്ജക്റ്റായിരുന്നു ഇമ്മ്യൂണോളജി. എൻ്റെ ക്ലാസ്മേറ്റ്സിന് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു, പക്ഷേ എനിക്കെന്തോന്ന് വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റായിരുന്നു ഇമ്മ്യൂണോളജി. അത് എനിക്കറിയത്തില്ല, ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ 90-കളിലാണ് ഈ HIV പിന്നെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, എയ്ഡ്സ് വൈറസിനെ പറ്റിയൊക്കെ ഡിസ്കവറിയൊക്കെ വരുന്നത്. ആ സമയത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു ഫാസിനേഷൻ വന്നെന്ന് തോന്നുന്നു, എന്തോ അറിയത്തില്ല. എന്തോ അന്ന് ഇമ്മ്യൂണോളജി, വാക്സിനോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അത് ഇപ്പം പിന്നെ BVSc അതെ 94-ലാണ് BVSc കഴിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് BVSc കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഇമ്മ്യൂണോളജിയിൽ തന്നെ ഒരു മാസ്റ്റേഴ്സ് എടുക്കണം. അങ്ങനെയാണ് ഞാൻ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയത്. അന്ന് അവിടെ മാത്രമേ ഇമ്മ്യൂണോളജി ഒരു സെപ്പറേറ്റ് ഒരു കോഴ്സായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോയിട്ട് അവിടെ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ, അതൊരു വളരെ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തോടെ ഇമ്പീരിയൽ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഒത്തിരി ലെഗസി ഉള്ളൊരു ഒരു സ്ഥാപനമാണ്. അവിടെയാണ് പിന്നെ 2 വർഷം അവിടെ മാസ്റ്റേഴ്സ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഈ ഇമ്മ്യൂണോളജിയിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന കുറേ കൂടെയും ഒരു അക്കാഡമിക് ഓറിയൻറ്റഡ് പിന്നെ എന്താ പറയുക പഠനവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചും ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തലത്തിലേക്കാണ് ബയോടെക്നോളജി വരുന്നത്. ഇറ്റ്സ് എ അമാൽഗമേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടോപ്പിക്സ്. ഇപ്പോൾ അതിനകത്ത് വൈറോളജി ഉണ്ടാവാം, ബയോകെമിസ്ട്രി ഉണ്ടാവാം, പിന്നെ ഫിസിയോളജി, എന്ത് ക്യാൻസർ ബയോളജി ഉണ്ടാവും, ന്യൂറോബയോളജി ഉണ്ടാവും. സോ ഇറ്റ്സ് എൻ അമാൽഗമേഷൻ. അപ്പോൾ അതായിരുന്നു ഒരു താല്പര്യം വന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ വെറ്റിനറി സർജനായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പിന്നെ നമ്മൾ ഈ തിയററ്റിക്കൽ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രാക്ടിക്കൽ ഇതിലേക്ക് അപ്പം ആ സമയത്ത് ബയോടെക്നോളജി കുറച്ചും കൂടി ഒരു ബൂസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ്
ബയോടെക്നോളജിയിൽ PhD എന്നുള്ളൊരു താല്പര്യം വരികയും അവിടെ തന്നെയും ഇമ്മ്യൂണോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബയോടെക്നോളജി ആയിരുന്നു അന്നും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് മുതലേ ഈ കുറച്ചൊരു ഫീൽഡ് എക്സ്പോഷറൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരിക്കും. ഒരു ട്രാൻസ്ലേറ്റബിൾ റിസർച്ച് എന്നുള്ള രീതിയിലുള്ള ചിന്തയിലാണ് പിന്നെ പലപ്പോഴും റിസർച്ച് പ്രോഗ്രാംസ് എല്ലാം ഓറിയൻറ്റ് ചെയ്തിരുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി, അത് പിന്നെ ഹെപ്പറ്റോസില്ലാർ കാർസിനോമ എങ്ങനെ ഉണ്ടാക്കുന്നു, അതിനുള്ള അനിമൽ മോഡൽസ്. ഇപ്പം വെറ്റിനറി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ അനിമൽ മോഡൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മനസ്സിലിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിന്തകളുണ്ടായിരുന്നു. അത് ആ സമയത്താണ് നമുക്കിവിടെ ഭയങ്കര എക്സ്പ്ലോസീവായിട്ട് ചിക്കൻഗുനിയ ഔട്ട് ബ്രേക്കും ഡെങ്കി വരുന്നത്. പിന്നെ അതിലേക്ക് കുറേ കൂടെ ഫോക്കസ് കൊടുത്തപ്പോൾ അതിൽ റിയൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ടെന്നുള്ള 2006 ചിക്കൻഗുനിയ. അന്ന് രാജീവ് ഗാന്ധി സെൻറ്റർ ആയിരുന്നു കേരളത്തിൽ തന്നെ ഈ മൊളിക്കുലാർ ഡയഗ്നോസിസ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആയിരുന്നു. അന്ന് നമുക്ക് ഒത്തിരി നമ്മൾ പിന്നെ അവരുടെ ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അതിനകത്ത് അവർ പറഞ്ഞു നമുക്കിത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. അന്നും ഇതേ കണക്ക് എല്ലാ സാമ്പിളും പിന്നെ നോർത്തിലേക്ക് പോകുന്നു, അവിടെ കെട്ടിക്കിടക്കുന്നു, കേസ് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു തീരുമാനം എടുത്തു, വി വിൽ സ്റ്റാർട്ട് ഡയഗ്നോസിസ് ഹിയർ. അപ്പം എനിക്കാണ് പിന്നെ എനിക്ക് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി വന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് ആ ഒരു പിന്നെ ചിക്കൻഗുനിയ ഡെങ്കി എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നത്. അതിനുശേഷം നമുക്കിപ്പം കേരളത്തിൽ ധാരാളം ഔട്ട് ബ്രേക്സ് വരാൻ തുടങ്ങി. ചിക്കൻഗുനിയ വന്നു, ഡെങ്കി വന്നു, H1N1 സ്വൈൻ ഫ്ലൂ പന്നിപ്പനി എന്ന് പറഞ്ഞിട്ട് വന്നു, അതിനുശേഷം സിക്ക വന്നു. അപ്പോഴത്തേനും ഗവൺമെൻറ് വളരെ ആക്റ്റീവായി ഇവിടെ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതലേ ഇതിൻ്റെ പിന്നെ കേരള ബയോടെക്നോളജി കമ്മീഷനായിരുന്നു അന്ന് ഇൻട്രസ്റ്റ് ചെയ്യപ്പെടുന്നൊരു സ്പെഷ്യൽ പർപ്പസ് ഇതായിട്ട് വെഹിക്കിളായിട്ട് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെ ഗ്രാജുവലിയാണ് ഞാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട്. സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത് എന്താ? കാരണം പൊതുവെ ഒരു ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകാനാണ് പലരും, ഇപ്പോൾ പേരൻസ് ഗൈഡ് ചെയ്യുന്നതും അങ്ങനെ ആയിരിക്കും, അല്ലെ അധ്യാപകരും. പക്ഷെ സാറ് ഇപ്പോൾ 3 ഫീൽഡിലേക്ക് വന്നു. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ഇന്ന് ഞങ്ങൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഈ പോയ ഫീൽഡിൽ നിന്നെല്ലാം എനിക്ക് കുറേ എക്സ്പീരിയൻസസ് കിട്ടി. അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ ആ ഒരു പെർസ്യൂട്ടിൽ പലയിടത്തായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇമ്മ്യൂണോളജി പഠിച്ചതും വെറ്റിനറി പഠിച്ചതും പിന്നെ ബയോടെക്നോളജി പഠിച്ചതും ഇപ്പം വൈറോളജി ചെയ്യുന്നതും അതുപോലെ ഈ ഓരോ ഇൻട്രാക്ഷൻസും ഒക്കെ നമുക്ക് കുറേ ഇൻഫർമേഷൻസും കുറേ ഐഡിയാസും കുറേ ഇതിൽ. പക്ഷേ പലപ്പോഴും ഞാൻ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ചിന്തിക്കുന്നില്ല. പലപ്പോഴും പിന്നെ ഒരേ വഴി മാത്രമേ ഉള്ളൂ ഒരു ലക്ഷ്യത്തിലെത്താനെന്നുള്ള ചിന്ത എനിക്കില്ല. എനിക്ക് ഡീറ്റൂർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു നേർവഴിയിലൂടെ തന്നെ ഒരു കാര്യം സാധിച്ചില്ലെങ്കിലും നമുക്ക് മറ്റ് പല വഴികളിലൂടെ അതിലെത്തിപ്പെടാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. അപ്പം പിന്നെ എൻ്റെ ഇപ്പം ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സക്സസ് കിട്ടിയിട്ടുള്ളത്. ഏതൊക്കെ ഫീൽഡിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരേ ലൈനിലൂടെ ചിന്തിച്ച് ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് അങ്ങനെ ഒരു പാത്തിലൂടെ അല്ല പോകേണ്ടി വന്നത്. പലയിടത്തും കിട്ടാതെ വന്നിട്ടുണ്ട്, പലതും വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തൽക്കാലം നമുക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും അത് അന്നേരം അവിടെ നിർത്തിയിട്ട് ദെൻ എന്താണ് വാട്ട് ഈസ് എ വേ അറൗണ്ട് എന്നുള്ള രീതി ചിന്തിച്ചിട്ട് നമുക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം യങ്ങർ ജനറേഷനൊക്കെ ഭയങ്കര ഒരു അഡ്വൈസ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസൊക്കെ ആയോ എന്നറിഞ്ഞൂടെ. എങ്കിലും നമുക്ക് പലപ്പോഴും ഈ ഒറ്റ ലൈനിൽ കൂടെ മാത്രം നമ്മൾ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വഴി അടഞ്ഞ വേറെ അതെ ആ ഒരു പ്രിൻസിപ്പിൾ വിൽ ബി മച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കാലത്തെ ഓപ്പർച്യൂണിറ്റീസൊക്കെ പിന്നെ കുറേ കോമ്പറ്റീഷൻ കൂടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഒറ്റ വഴിയിലൂടെ മാത്രം പോയാൽ പല കാര്യങ്ങളും മാത്രമല്ല ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇപ്പോൾ എല്ലാ ഗവേഷണങ്ങളിലും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ നമ്മൾ ഈ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോഴും ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫണ്ടമെൻ്റൽ നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ മൾട്ടി ഡിസിപ്ലിനറി കൊണ്ടും പിന്നെ പ്രയോജനം ഉണ്ടാകുള്ളൂ. അതിനകത്തൊക്കെ ഞാൻ എൻ്റെ BVSc ടൈംസിൻ്റെ എൻ്റെ വെറ്റിനറി കാലഘട്ടത്തിലെ ഗുരുക്കന്മാരെയൊക്കെ എന്നും സ്മരിക്കുന്ന കൂട്ടത്തിലാണ്. കാര്യം അവർ തന്ന ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പിന്നെ വെരി സ്ട്രോങ്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. ഇപ്പോഴും നോക്കുമ്പോൾ ഫൗണ്ടേഷൻ ആ ബാച്ചിലേഴ്സ് ലെവലിൽ കിട്ടിയ ഫൗണ്ടേഷൻ്റെ പുറത്താണ് ബിൽഡ് ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പം നമ്മൾ കാണുന്നത് ആ ബാച്ചിലേഴ്സ് ലെവലിലുള്ള ആ ഒരു ബ്രോഡ് ബേസ് എന്ന് പറയുന്നത് പലർക്കും കിട്ടുന്നില്ല. അവിടെ വെച്ച് തന്നെ ഇവർ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴേ ആ ഒരു കോൺഫിഡൻസ് കുറയുന്നു എന്നൊരു സംശയം. ഇപ്പം എൻ്റെ കോൺഫിഡൻസ് നിൽക്കുന്ന എൻ്റെ ബാച്ചിലേഴ്സിലാണ്. അതിൻ്റെ പുറത്തുനിന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള പിന്നെ ഈ ചില സ്പെഷ്യൽ പിന്നെ എന്താ പറയുക ഒരു എക്സ്പീരിയൻസസ് ആണ് നമ്മൾ പിന്നീട് റിസർച്ചിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അത് പുതിയ ജനറേഷൻ ഇപ്പം തുടക്കം മുതൽ തന്നെ ഇപ്പം ഞാൻ അതുകൊണ്ട് എല്ലാവരുടെ ഞാൻ പറയും നിങ്ങൾ നിവൃത്തിയുള്ളതും BSc ലെവലിൽ പിന്നെ ബയോടെക്നോളജി എന്നുള്ള കോഴ്സുകളിലേക്ക് പോകല്ലേ.
നിങ്ങൾ ഫണ്ടമെൻ്റൽ സബ്ജക്ട്സ് പഠിച്ചിട്ട് ഹയർ ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബയോടെക്നോളജിയിലേക്കോ അല്ലെങ്കിൽ അതേപോലുള്ള ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് കോഴ്സുകളിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. വളരെയധികം നന്ദി സാർ. താങ്ക് യു. സാറിൻ്റെ ഗവേഷണ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് ഡെങ്കി ചികിത്സയിലുള്ളതും വാക്സിനിലേക്കുള്ളതും ഒക്കെയുള്ള നേട്ടങ്ങൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ലോകോത്തരമായ അംഗീകാരങ്ങളും തേടിയെത്തട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.